പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവില് സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് തന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിനായിരിക്കുന്നത്. ആ പ്രിയപ്പെട്ടവനെ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദേവദാസനെ അതുകൊണ്ട് സന്തോഷമായിരിക്കുന്നോ? പ്രവർത്തനങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഓക്കെ. ഇത് എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? എറണാകുളം ജില്ല പെരുമ്പാവൂര് പുല്ലുവഴി. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് കോസൻ പുല്ലുവഴി. അച്ഛൻ, അമ്മ, ഭാര്യ, 3 പിള്ളേര്. കുടുംബമാണ്. സഹോദരങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞു പോയി. ഒരാള് അംഗമായിട്ടാണ്, അഭിലാഷ്, രാജി. രണ്ട് ചേച്ചിമാരുണ്ട്. ഒരാള് തമിഴ്നാട്ടിലുള്ള ഒരാളുടെ ഉണ്ട്. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾ ഒത്തിരി കർത്താവിനെ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തില് കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒത്തിരി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. കർത്താവെ, സാക്ഷ്യം പറയുവാനുള്ള കൃപ കൊടുക്കണമേ. ചുമയുടെ അസ്വസ്ഥതയൊക്കെ പൂർണ്ണമായി വിടുവിച്ചാട്ട് കർത്താവെ, കേൾവിക്കാർക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ. അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഓക്കെ ദേവദാസനെ, ഇനിയുള്ള സമയം ഞാൻ ദേവദാസന് നൽകി തരികയാണ്. ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്ക് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നേഹമാണ്. എന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കോസൻ പുല്ലുവഴി. ഞാനിപ്പോ പുല്ലുവഴിക്ക് സമീപത്ത് ഷാരം ഫിലിപ്പ് ചർച്ചില് കർത്താവിന്റെ നടച്ചു പോയിരുന്നു. കർത്താവ് നയിക്കുന്നത്തേക്കും കർത്താവിന്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന വലിയ സന്തോഷമുണ്ട്. എന്റെ കുടുംബത്തിന്റെ ഹിസ്റ്ററിയെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ശാരീരികമായിട്ട് ചില അസ്വസ്ഥ ദിവസങ്ങൾ ഭാരപ്പെടുന്നുണ്ട്, ചുമയുണ്ടെങ്കിൽ പോലും ലഭിക്കുന്ന അവസരം ദൈവത്തിന് വേണ്ടി മാത്രം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നിങ്ങളുമായി സമയം കർത്താവിന്റെ എന്റെ ജീവിതാനുഭവം പങ്കിടുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്റെ സംസാരവും മറ്റും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അതൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും. നമ്മൾ ഒരുപാട് സാക്ഷികൾ കണ്ടിട്ടുണ്ടാകും, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ദൈവവചനം പറയുന്ന പോലെ ദൈവവചനത്തിൽ നിന്നുള്ള അനുഭവ സാക്ഷി എന്ന് പറയുന്നത് വളരെ വിരളമാണ്. എങ്കിൽ പോലും എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് പങ്കിടുന്നതിൽ. ദൈവത്തെ ആരാധിക്കുവാനും മോത്തപ്പെടുത്തുവാനും ദൈവത്തെ കാണുവാനുള്ള ദൈവം എന്നുള്ള സമയത്ത് ഞാൻ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയും മോത്തപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് രാത്രി ദൈവം വലിയവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും നമ്മളെ ആശ്രയിക്കാനും നമ്മളെ കരുതുവാനും മതിയായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് വേണം മുന്നോട്ട് പോകുവാൻ. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ദൈവം നമ്മെ സഹായിക്കുവാൻ ഇടയാകും. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷിയെ ഉളവാക്കുന്ന ഒരു അനുഭവങ്ങളിലേക്ക് എത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ജീവിതാനുഭവത്തിലേക്ക് ഞാൻ ആത്മമായി സ്വാഗതം ചെയ്യുന്നു. ഒരു കേൾവിയല്ല, ഒരു കേട്ട് കഥയല്ല, അല്ലെങ്കിൽ ഉണ്ടാക്കി പറയുന്ന ഒരു ജീവിതാനുഭവം അല്ല. കൃപയാൽ ദൈവം എത്രത്തോളം നടത്തിയ ദൈവമൊക്കെയായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും പത്രത്തിൽ ചെയ്യും. പ്രത്യേക ദൈവജനത്തിൽ നമ്മൾ പ്രകാരം ഒരു വാക്യമുണ്ട്. 113 സങ്കീർത്തനം 5, 6, 7 വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നു, എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം ഇന്ന് ഈ സന്ധ്യാസമയത്ത് ജീവിക്കുന്നതിനായി ദൈവത്തെ വാഴ്ത്തുകയും മതപ്പെടുത്തുകയും ചെയ്യുക. ഈ ദരിദ്രനും എളിയവനും ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാൽ തിരുവചനത്തിൽ 113 സങ്കീർത്തനം അതിന്റെ 2 വാക്യങ്ങൾ എനിക്ക് വേണ്ടി ദൈവം എഴുതിയതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിന്റെ കാരണം എന്ന് ചോദിച്ചാല്, ഈ കുപ്പ എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാതെ പുറംപുറമ്പിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. അതിന്റെ നടുവിൽ നിന്നും ഒരൊറ്റ ദൈവം ഉയർത്തുകയും മറ്റൊരു താഴ്ത്തുകയും ചെയ്യുന്ന ദൈവമാണ് ഞാൻ നീയും ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരമെന്ന് വിളിച്ചു പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകം ഞാൻ ഇത്ര നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും, ഞാൻ സംസാരിക്കുന്ന നിങ്ങളുടെ മലയാളി ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ മലയാളിയല്ല, ഞാനൊരു പ്യൂർ തമിഴനാണ്. തമിഴ്നാടാണ് എൻ്റെ സ്വദേശം. തിരുനെൽവേലി പുളിയപ്പെട്ടി എന്ന കൊച്ചു ഗ്രാമത്തിൽ
അരുണാചലത്തിന്റെയും ചിത്രയുടെയും മൂന്നാമത്തെ മകനായി ഞാൻ ജനിച്ചു. അതെന്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. പ്രതികാരം ഞാൻ ഇത്ര നേരം സംസാരിച്ച ഒരുപക്ഷെ നിങ്ങൾക്ക് തമിഴ്നാട്ടുകാർ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങൾ പരിചയപ്പെട്ട് കാണും. നിങ്ങൾ സംസാരിച്ചു നോക്കിയാൽ അറിയാം. ഇത്രയും ഫ്ലുവന്റ് ആയിട്ടൊന്നും ആരും സംസാരിക്കാൻ സാധ്യതയില്ല, എന്റെ അറിവിലില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോയിട്ട് ആ പല സ്ഥലങ്ങളിലും സംസാരിക്കുമ്പോൾ പലരും ആശ്ചര്യപ്പെടാറുണ്ട്. കാരണം എത്ര വർഷങ്ങൾ പഴക്കമുള്ള ആളുകളെ നാം പരിചയപ്പെട്ടാലും അവന്റെ ഭാഷ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. തമിഴ്നാട് രീതിയിൽ നോക്കുമ്പോൾ ഒന്ന് വഴി, വാഴപ്പഴം, കോഴി, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിയില്ല, വഴയില്ല, അവിടെ കോഴി, പളം, വഴി, ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്. ഒരു വഴങ്ങത്തുള്ളൂ. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായി അവൻ പുതിയ സൃഷ്ടിയായി. അവന്റെ ഭാഷയ്ക്ക് വ്യത്യാസം വരും, അവന്റെ രൂപത്തിന് വ്യത്യാസം വരും, അവന്റെ പ്രവൃത്തിക്ക് വ്യത്യാസം വരും. ഇതാണ് ഞാൻ ആരാധിക്കുന്ന യേശു ക്രിസ്തു. ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അനുഭവത്തിലേക്ക് പറഞ്ഞു പോയാൽ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാം, സമയങ്ങൾ അതിക്രമിച്ചു പോകും. എങ്കിലും ഞാൻ കമ്പി വാചകങ്ങളിൽ വേഗത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ടെസ്റ്റ് മണി, മറ്റുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ലഭിക്കും. പോർഷൻ 90 അടിച്ചു കഴിഞ്ഞാൽ എന്റെ കൺവെൻഷൻ പ്രസംഗിക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ പോലും അതിൽ പറയാത്ത കുറെ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഇപ്പോൾ ഒരു അവസരം തന്നാൽ നിങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ എന്റെ ഹൃദയമായിട്ടുള്ള നന്ദി ഞാൻ പ്രാരംഭത്തിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സാക്ഷ്യങ്ങളിലേക്ക് എത്തിയാം. ഈ തമിഴ്നാടും കേരളത്തിന്റെയും 2 മത കാര്യങ്ങളും 2 വ്യത്യസ്തമാണ്. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളർത്തപ്പെട്ട എന്റെ അപ്പന്റെ പേര് അരുണാചലം, അമ്മയുടെ പേര് ചിത്ര എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പേര് ഇന്ന് പോൾസൺ പുല്ലുവഴി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ എന്റെ പേര് അങ്ങനെയല്ല. എന്റെ പേര് കറുപ്പസ്വാമി എന്നായിരുന്നു. കറുപ്പസ്വാമി എന്നിരുന്ന ഒരു വ്യക്തിയെ ദൈവം സ്വാമിയിൽ നിന്നും മാറ്റി ക്രിസ്തുവിന്റെ പൈതലാക്കി തീർത്ത ഒരു കഥയാണ് ഞാൻ, ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കും. ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ട് കാണും, ഒരുപാട് അനുഭവങ്ങൾ ദൈവത്തിൽ കണ്ടു കാണാം. എന്നാൽ ദൈവജനത്തിൽ പറയുന്നത് അവൻ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവം. കുപ്പ എന്ന് പറയുന്നത് ആർക്കും വേണ്ടാതെ പുറംപറമ്പിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. അതിന്റെ നടുവിൽ ദൈവം ഒരുത്തിനെ ഉയർത്തുന്നത് തീർച്ചും യാഥാർത്ഥികമാണ്. നിങ്ങളുടെ ദൃഷ്ടിയിൽ എന്നാൽ എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളാണ്. പ്രത്യേകത ഞങ്ങൾ പറഞ്ഞല്ലോ, എന്റെ അപ്പനും അമ്മയും 10-20 വർഷം 20-25 കൊല്ലത്തിൽ പുറകിലേക്ക് നിങ്ങൾക്ക് വരണം. അന്ന് ഈ കാണുന്ന കേരളത്തിലൊന്നും ഇത്രയും സംവിധാനങ്ങളില്ല. ഒരു ചായക്ക് 1 രൂപയും 1 കിലോ അരിക്ക് നിസ്സാര പൈസയുള്ള കാലഘട്ടങ്ങൾ. ഇന്ന് ഈ കാണുന്ന മണിമാളികകളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ആ കാലഘട്ടത്തിലാണ് കർത്താവ് യേശുക്രിസ്തുവിന് അനുഭവം അവസരം ദൈവം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ തരുവാനിടയായത്. എന്നാൽ അത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അങ്ങനെ തമിഴ്നാട്ടില് പുളിയംപെട്ടി എന്ന കൊച്ചു ഗ്രാമത്തിൽ നല്ല ധനികനായ ഒരു മനുഷ്യന് നല്ല പിതാവ്. അന്നത്തെ കാലത്ത് SP ബൈക്ക് ഉണ്ടായിരുന്നു, 2 സൈലൻസ് ഉള്ള ബൈക്ക്. അന്നത്തെ കാലത്ത് ഒരുമാതിരി പണക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. എന്റെ 10% തലമുണ്ടായിരുന്നു. എന്റെ അമ്മ വീട്ടിൽ പുറത്തിറങ്ങാത്ത സ്ത്രീയാണ്. എനിക്ക് സഹോദരനുണ്ട്, സഹോദരികളുണ്ട്. എന്റെ മൂത്ത സഹോദര കല്യാണം തമിഴ്നാട്ടിന്റെ ആചാരപ്രകാരം ഹൈന്ദവ പശ്ചാത്തലത്തിൽ വളരെ ഭംഗിയാക്കി നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സൗകര്യത്തിൽ ഏറ്റവും ഭംഗിയായി കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ഒരു സാഹചര്യം ഉണ്ട്. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുവാനിടെ എന്റെ അപ്പൻ അരുണാചലം ഒരു മദ്യപാനിയായ ഒരു മനുഷ്യനാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ആടുകളെ വാങ്ങി കച്ചവടം ചെയ്യുന്ന ഒരു ബിസിനസ് കൂടെയായിരുന്നു അപ്പൻ. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സുപ്രഭാതത്തിൽ 5,80,000 രൂപയുടെ കടഭാരം. വർഷങ്ങൾക്ക് പുറകിൽ ചിന്തിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് 5,80,000 നോക്കുന്നത് നിസ്സാരമായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളത് അങ്ങനെയല്ല. ഇന്നത്തെ ഒരു 1,000 രൂപ അന്നത്തെ 1,00,000 രൂപയ്ക്ക് സമമാകുന്ന ഒരു കാലഘട്ടം. കാരണം ഒരാള് 1 രൂപയ്ക്ക് പകരം ഒരു ചായ വാങ്ങി തരാത്ത ഒരു കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ദാരിദ്ര്യം മൂർച്ഛന്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുവാൻ ഒരു ഭാഗ്യം ദൈവം തരുവാനിടയായത്. അതിന്റെ സാഹചര്യത്തിൽ കടന്നു വരാം. അങ്ങനെ വർഷത്തിലൊരിക്കൽ, എന്റെ പേര് ഞാൻ പറഞ്ഞില്ല കറുപ്പസ്വാമി എന്ന്, അത് എന്റെ കുലദൈവത്തിന്റെ പേരായിരുന്നു എനിക്ക് കിട്ടുന്നത്. അങ്ങനെ വർഷത്തിലൊരിക്കല് ഞങ്ങള് കുലദൈവത്തിന്റെ അടുക്കൽ പോകും. ആ പോകുമ്പോൾ കൂട്ടത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകണം. കാരണം എന്റെയും എന്റെ കുടുംബത്തിന്റെയും പാപങ്ങൾ മൊത്തം ഈ ആടിൽ എന്ത് ചെയ്യണം, ചുമത്തണം. ആദ്യമ കാലഘട്ടങ്ങളിൽ പണ്ട് ദൈവജനത്തിൽ പറയുന്നുണ്ടല്ലോ അതുപോലൊരു സംവിധാനം, പഴയ കാലഘട്ടത്തിലുള്ള സംവിധാനം ഇപ്പോഴും തമിഴ്നാട്ടിൽ അത് നിലനിന്ന് പോകുന്നുണ്ട്. അതൊരു പൈശാചികതയാണ്. ഒരു പൈശാചിക മണ്ഡലത്തിൽ കൂടെയാണ് അവിടുത്തെ മേഖലകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വർഷത്തിലൊരിക്കല് എന്റെ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കാരും നാട്ടുകാരൊക്കെ കൂടി ഈ അമ്പലത്തിൽ പോയി
അങ്ങനെ അമ്പലത്തിന്റെ ഇടയ്ക്ക് പോകാൻ അവിടെ പോയി നിന്ന് പെട്ടെന്ന് എല്ലാവരും വന്ന് തൊഴിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദുഷ്ട ശക്തി എന്റെ അപ്പന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കും. ഇന്ന് പെട്ടെന്നൊരു കൊടുവാൾ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ടൊരു പെട്ടെന്ന് സ്വാമി ഇങ്ങനെ നാക്കൊക്കെ പുറത്തേക്ക് തള്ളിയിട്ട് പെട്ടെന്നൊരു സ്വാമി തുള്ളുന്ന ഒരു മനുഷ്യനായിരുന്നു എന്റെ അപ്പൻ. അങ്ങനെ ഒറ്റ പെട്ടിനെ ആട്ടിൻകുട്ടി എന്ത് ചെയ്യും, രണ്ട് കഷ്ണമാക്കി പോകുന്ന ഒരു അത്രയും മാത്രം അന്ധകാരത്തിൽ കിടന്നൊരു മനുഷ്യനാണ് എന്റെ പിതാവ്, എന്റെ അമ്മയും. അതുപോലെ തന്നെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ അതുപോലെ വിശ്വാസങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിലാണ്. കാരണം ഇവിടുത്തെ രീതിയും അവിടുത്തെ രീതിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പട്ടി ദൈവമാണ്, പൂച്ച ദൈവമാണ്, എലി ദൈവമാണ്, വൃക്ഷം ദൈവമാണ്, കല്ല് ദൈവമാണ്, മരം ദൈവമാണ്, സകലതും ദൈവമെന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ തമിഴ്നാടിന്റെ പ്രദേശങ്ങള്. ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിനറിയുവാനൊരു ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതിൻ്റെതാകുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുവാനിടയായി. കാരണം നമുക്കറിയാം, കടഭാരം വന്ന ഒരു വ്യക്തിയെ ജീവിതത്തിലോടത്തോളം നാട്ടുകാരെ കാണുവാൻ ഒരു ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ കടക്കാര് വീട്ടിലേക്ക് വരുന്ന അനുഭവം നോക്കുമ്പോൾ മറ്റു അയൽവക്കക്കാരും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ. ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ അന്നത്തെ കാലത്ത് നല്ല വീടുണ്ടായിരുന്നു, മച്ചിട്ട വീടായിരുന്നു, ഓടിട്ട വീടായിരുന്നു. നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന അരുണാചലം കുടുംബവും ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ അച്ഛൻ വീടിനകത്ത് മച്ചിട്ട് വീടാണ്, മച്ചിന്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കും. ഞങ്ങളിൽ നിന്ന് കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. കടക്കാർ വീടിനകത്തേക്ക് കയറി വരും, എവിടെ അരുണാചലം എവിടെ? അമ്മ പറയും, ഇല്ലേ നിങ്ങള് പിന്നെ പോയിട്ട് വാങ്ങുക, എങ്കിൽ ആളില്ല, പ്രസിഡന്റിലേക്ക് പണം കൊടുത്തിടും അവിടെ. അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മ എന്ത് ചെയ്യും, ഓരോ ദിവസം ഓരോരുത്തർ വരുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോവുക, ഞങ്ങളുടെ പാത്രം എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകും. ഒടുക്കം വീടിന് മച്ചിട്ട് വീടാണ്, ഓട് വരെ ഇളക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാനുള്ള അരുണാചലം കൊടുക്കും. കാരണം സമൃദ്ധിയായി ജീവിച്ചിരുന്ന ആള് പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂക്കുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ എത്തുവാനുണ്ട്. എപ്രീസോട് അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാനുണ്ട്. അങ്ങനെ അമ്മ മണിക്കൂറോളം നടന്ന റേഷൻ കടയിൽ പോയി റേഷൻ അരിയും വാങ്ങി കൂട്ടത്തില് ഇനി ജീവിതത്തിൽ ഇനി മുൻപോട്ട് വേറെ വഴികളില്ല. കാരണം അച്ഛൻ ഞങ്ങളെ കൂടാതെ ആത്മഹത്യക്ക് പലപ്രാവശ്യം ശ്രമിച്ചു. എന്നാൽ അമ്മയുടെ കരച്ചിൽ കിട്ടുന്നത് അതൊന്നും പിന്മാറുവാനിടയായി. അങ്ങനെ വർഷങ്ങളോളം മാസങ്ങളോളം ദിവസങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുവാനിടയായി. അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഒരു ഗതിയും പിടിക്കാത്തൊരു സാഹചര്യം. പോകാത്ത അമ്പലങ്ങളില്ല, പള്ളികളില്ല, നേർച്ചകളില്ല, സകല നേർച്ച കാഴ്ചകളും സകലതും ചെയ്തു. ഒരു ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ സാധിച്ചില്ല. കാരണം 33 കോടി ദൈവങ്ങളെ ആരാധിച്ച് പോകുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരാളും ഞങ്ങളെ രക്ഷിക്കുവാനുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ദിവസം മുന്നോട്ട് പോകാനിടയായി. അങ്ങനെ ഒരു ബുദ്ധി തോന്നി എന്റെ അമ്മ മണിക്കൂറോളം നടന്നുപോയി റേഷൻ കടയിൽ പോയി റേഷൻ അരിയും കൂട്ടത്തിൽ വിഷക്കുപ്പിയുമായി വാങ്ങി വന്ന വീടിനകത്ത് ഒറ്റ രാത്രി കൊണ്ട് അസ്തമിക്കുവാൻ വേണ്ടി അല്ലിപ്രൈസറോട് ഒരു കഞ്ഞിപ്പ് ഞാൻ, എന്റെ സഹോദരി, അച്ഛനമ്മ ഒറ്റ രാത്രി 5 പേരുടെ മരണം മുൻപിൽ നിൽക്കുന്നല്ല, വേറെ വഴികളില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കഞ്ഞിയിലേക്ക് വിഷം ഒഴിച്ച് ആത്മഹത്യ ചെയ്യുവാൻ. അങ്ങനെ അച്ഛനൊരു തീരുമാനമുണ്ട്, ഞാൻ മരിച്ചാൽ പോലെ എന്റെ കുഞ്ഞുങ്ങളും മരിക്കണം, എന്റെ ഭാര്യയും മരിക്കണം, നമ്മൾ ആരും ജീവിതത്തിൽ ഒരു ഭാരവും ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്റെ മകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ വചനം കേൾക്കുന്ന, എന്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ ഈ പ്രേക്ഷകർ നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ വരാം, ഒരുപാട് പ്രയാസങ്ങൾ വരാം, കഷ്ടതകളുടെ കണ്ണുനീരുടെ ജീവിതത്തിൽ നശിപ്പിക്കുവാൻ സകല മേഖലയും കടന്നു വരുന്നില്ല. അതിന്റെ നടുവിൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണെന്ന് എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം മോഹൻ പറയാം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നുള്ളത് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾ പറയാം. കാരണം ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ സകല വഴികളും അടഞ്ഞു പോകും. എന്നാൽ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താത്ത ഒരു ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നതിൽ ഞാൻ അതിയായ സന്തോഷവാനാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ വിഷം കഴിച്ച് ആത്മഹത്യക്ക് വേണ്ടിയിരിക്കുന്ന സമയത്ത് അക്ഷര വിദ്യാഭ്യാസമില്ല. എന്റെ അമ്മ 1ാം ക്ലാസ്സിൽ പോലും പഠിക്കാത്ത ആളാണ്. എന്റെ അപ്പൻ അന്നത്തെ കാലത്ത് 8ാം ക്ലാസ് പഠിച്ചയാളാണ്. അന്നത്തെ കാലത്ത് 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രായമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ അത് ഏറ്റവും കൂടുതൽ പഠിത്തങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്നായി പഠിക്കുന്ന സമയങ്ങൾ. ആ കാലഘട്ടങ്ങളിൽ മിലിറ്ററിക്കും മറ്റും കാര്യങ്ങൾക്കൊക്കെ അപ്പൻ പോയി നിന്നിട്ടുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് വരാകുമ്പോഴത്തേക്ക് അപ്പത്തെ മിലിറ്ററി ആൾക്കാർ വന്നെത്തി മറ്റുള്ളവർക്കും അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിന്നത് അരുണാചലം. ഇന്ന് സകലവും എന്ത് ചെയ്തു നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാനിടയെ. അങ്ങനെ ആ ആത്മഹത്യക്ക് മുമ്പിലിരിക്കുന്ന സമയത്ത് എന്റെ അമ്മയുടെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, നാം എന്തിനാണ് മരിക്കുന്നത്? നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും പൊക്കൂടെ എന്നൊരു ചിന്തയാണ് അന്ന് രാത്രി ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞത്. ആ ചിന്ത കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതുപോലെയാണ് ഇന്നും എന്റെ അമ്മ പറഞ്ഞുകൊണ്ട്. കാരണം അന്ന് മരിച്ചായിരുന്നെങ്കിൽ
ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങൾക്കും നന്മകൾക്കും പ്രേക്ഷകർ ഒരു കാരണമില്ലാതെയായി തീരുവാനിടയായി അന്ന് രാത്രി ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞു. പിന്നെ എങ്ങനെയെങ്കിലും നാട് വിടാൻ തീരുമാനിച്ചു. കാരണം നാട് വിടണമെങ്കിൽ പകല് മൊത്തം കടക്കാർ വീടിനകത്ത് കയറി വരും. അവിടെ പോകാൻ നിവൃത്തിയില്ല, ഒരു സ്ഥലത്തേക്കും പോകാൻ നിവൃത്തിയില്ല. അങ്ങനെ രാത്രി വീടിനകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചുകൊണ്ട്, കാരണം ആളുകൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വീടിനകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചുകൊണ്ട് രാത്രിക്ക് രാമായണം മണിക്കൂറോളം നടന്ന് അവിടെ നിന്ന് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് എന്നെയും എന്റെ സഹോദരിയും കൊണ്ടുനാക്കിക്കൊണ്ട് അമ്മയുടെ കയ്യിൽ തുച്ഛമായ ചില രൂപ, ഉടുതുണിക്ക് മറുതുണില്ലാതെ തുച്ഛമായ രൂപയും കൊണ്ട് അവിടെ നിന്ന് കേരളത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്റെ അപ്പനും അമ്മയും എങ്ങോട്ടാണ് പോകുന്നത്, അവർക്ക് ഭാഷ അറിയാൻ പാടില്ല, കിടക്കാൻ കിടപ്പുറമില്ല, പരിചയക്കാരില്ല, എല്ലാവരും മുമ്പിൽ സകലതും ഒന്നുമില്ലാതിരുന്ന അനുഭവത്തിലേക്ക് എത്തുവാൻ അങ്ങനെ പെരുമ്പാവൂരിൽ ഒന്നൊരു ബസ്സിറങ്ങുവാണ്ട് KSRTC സ്റ്റാൻഡ് പെരുമ്പാവൂരിൽ ബസ്സിറങ്ങി. അങ്ങനെ ബസ്സിറങ്ങിയ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു വരാം. ആ കാലഘട്ടങ്ങളില് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ആരെങ്കിലും വീടുകളിൽ കയറ്റാത്തൊരു കാലഘട്ടമാണ്. വീടും ഒരു പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് ആരെങ്കിലും വീട് വാടകയ്ക്ക് എടുത്തുള്ളൂ. ആരും വീട് തന്നില്ല. അങ്ങനെ ഒരു പരിചയമില്ലാത്തതിന്റെ പേരിൽ അവരെല്ലാവരും എന്ത് ചെയ്തു, എന്റെ അമ്മയ്ക്കത് പ്രായം കുറവാണ്, എന്റെ അപ്പനാണെങ്കിൽ അന്നും മദ്യപിക്കുക. അങ്ങനെ പെരുമ്പാവൂരിൽ ബസ്സിറങ്ങി പെരുമ്പാവൂര് KSRTC സ്റ്റാൻഡിലും കടത്തുന്നകളിൽ എന്റെ അപ്പനും അമ്മയും മദ്യം ഇറങ്ങിയിട്ടുണ്ട്. കാരണം നിവൃത്തികേട് കൊണ്ടാണ്. സകലതും ഉണ്ടായത് എല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികൾ അപ്രത്യക്ഷമായി കയറി വരും. എന്നാൽ അതിന്റെ നടുവിൽ നാം സകലം നഷ്ടപ്പെട്ടു പോയാലും അതിന് മുമ്പിൽ ഭാരപ്പെടാതെ, അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നിലവിളിക്കുവാൻ തയ്യാറായ നമ്മൾ പ്രതിസന്ധികൾക്ക് ഉത്തരം തരുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ പെരുമ്പാവൂർ ബസ്സിറങ്ങി ഒരു വീട് വാടകയ്ക്ക് ലഭിക്കുവാൻ വേണ്ടി നോക്കി. ആരും വീടുകൾ കൊടുത്തില്ല. ഒരു ജോലി അന്വേഷിച്ചു പോയി, ആരും ജോലി കൊടുത്തില്ല. ആരെങ്കിലും ജോലി കൊടുക്കണമെങ്കിൽ പരിചയം വേണം. പരിചയം ഉണ്ടെങ്കിൽ മാത്രമാണ് ആരെങ്കിലും ജോലി കൊടുക്കുന്നത്. ഒരാൾ പരിചയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആരും വീട് വാടകയ്ക്ക് കൊടുക്കില്ല. അങ്ങനെ പെരുമ്പാവൂർ കടത്തുകളിൽ മറ്റുള്ള കടത്തുറങ്ങുന്ന മന്തി ഇറങ്ങുന്ന സമയങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത്. അങ്ങനെ പെരുമ്പാവൂര് 3 വർഷക്കാലം എന്റെ അപ്പനും അമ്മയും എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വിളിച്ചിരുന്നു. അച്ഛന്റെ വരും കാത്ത് ഒരുപാട് പേരുകളുണ്ട്. അങ്ങനെ രാത്രി വീട്ടിലേക്ക് വന്നു, എന്റെ അമ്മയുടെ വീട്ടിൽ വന്നു. അവിടെ വെച്ച് എന്നെ കൊണ്ടുവന്നു. ഞാൻ വന്ന വേഷം ഞാൻ പറയാം. എന്റെ അപ്പന്റെ ലോഹ പോലുള്ള ഷർട്ട് കീഴ് നെക്കിട്ടുകൊണ്ടാണ് പെരുമ്പാവൂരിൽ നിന്ന് ഞാൻ ബസ്സിറങ്ങിയത്. ബസ്സിനോട് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എന്റെ ഇല്ലായ്മയുടെ നടുവിൽ, ഒന്നുമില്ലായ്മയുടെ ശൂന്യമായ ഒട്ടപൂജ്യമായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് ഒഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. എല്ലാം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു കാലഘട്ടം ജീവിതത്തിനകത്ത് ഇന്നും ഞാൻ ഓർക്കുകയാണ്. പ്രേക്ഷകരോട് അങ്ങനെ ഉടുത്ത വേശ്യമാര് കൊച്ചുപാലൻ 1 മുതൽ 3-ാം ക്ലാസ് വരെ തമിഴ്നാട്ടിൽ പഠിച്ചു. ആ സമയത്ത് വീണ്ടും ഞാൻ വന്നു. കൊച്ചുപാലൻ 9-10 വയസ്സുള്ള പ്രായമുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി പെരുമ്പാവൂർ ബസ്സിറങ്ങി അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം എങ്ങോട്ട് പോകും, ആര് സഹായിക്കും, എങ്ങനെയാണ് മുന്നോട്ടെന്ന് എനിക്കാണ് അപ്പനും അമ്മയും കാണാതിരിക്കാൻ പറ്റാത്തത്. അങ്ങനെ 3 വർഷത്തിലേക്കാണ് എന്നെ വന്നാണ് പെരുമ്പാവൂർ ഞാൻ ബസ്സിറങ്ങി. ഞാൻ വിചാരിച്ചു നല്ല രീതിയിലായിരിക്കും അപ്പനും അമ്മയൊക്കെ ജീവിക്കുക എന്നുള്ളത്. പക്ഷെ അതല്ല. അപ്പനും അമ്മയും പെരുമ്പാവൂർ കടത്തുന്ന ബസ് ഇറങ്ങുമ്പോൾ അവിടെ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വന്നതുകൊണ്ട് ഒരു വീട് വാടകയ്ക്ക് ലഭിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചതിന്റെ ഫലമായി പെരുമ്പാവൂര് പെരുമ്പാവൂരിനടുത്ത് കണ്ണന്തർ അബ്ദുൽ ഖാദർ കാരത്തൂടി വീട്ടിൻ പേര് വാപ്പ, ഞാൻ ഇന്ന് വാപ്പ എന്ന് പറയാം. അദ്ദേഹം മരിച്ചുപോയി. അവിടുത്തെ ഉമ്മ അവരുടെ വീട്ടിൽ ഞങ്ങൾക്ക് വീട് വാടകയ്ക്ക് ലഭിക്കുവാനിടയായി. ഒരു പശു തൊഴുത്ത് ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. ഒരു പശു തൊഴുത്തിൽ ഞാൻ എന്റെ അച്ഛനും അമ്മയും കഴിച്ചു കൂട്ടി 100 രൂപയാണ് അന്നത്തെ വാടക എന്ന് പറയുന്നത്. ഞാൻ ഈ 100 രൂപ പറയാനുള്ള കാരണം, ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ കേരളത്തിലേക്ക് വരുന്ന 5,80,000 രൂപയുടെ കടഭാരമായിട്ട് ഞാൻ ചിന്തിച്ചു. ഇവിടെ വന്നപ്പോ അപ്പനും അമ്മയൊക്കെ നല്ല രീതിയിലായിരിക്കും ജീവിക്കുക, നല്ല ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന. പക്ഷെ അല്ലെങ്കിൽ അങ്ങനെ ജോലി ഒന്നും ഉണ്ടാകുന്നില്ല, അങ്ങനെ തൊഴിലൊന്നും കിട്ടിയില്ല. ഞാൻ അപ്പനും അമ്മയും അതിരാവിലെ ഞാൻ പറഞ്ഞ വാക്യത്തിന് മറന്നുപോയില്ലോ എനിക്കറിയില്ല. പക്ഷെ ആ വാക്യം മനസ്സിലാക്കാൻ എരിവിനെ പൊടിയിൽ നിന്നും ദരിദ്ര കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമാണ്. ആ കുപ്പ എന്ന് പറയുന്നത് പെരുമ്പാവൂർ ടൗണിൽ കൂടെ ഒരു പഴയ പ്ലാസ്റ്റിക് ചാക്ക് തോളത്തിട്ടുള്ള പെരുമ്പാവൂർ ടൗണിൽ കൂടെ പഴയ കുപ്പിയും പാറ്റയും പ്ലാസ്റ്റിക്കും പറക്കിക്കൊണ്ട് നടന്നവനാണ് കേട്ടോ ഞാൻ. എന്റെ അപ്പനും അമ്മയും അനുപ്രദേശത്തോട് അങ്ങനെ പറക്കിക്കൊണ്ട് നടന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ എത്തിയത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകാനിടെ അങ്ങനെ മുന്നോട്ട് പോകുവാനിടെ അതിദാരിദ്ര്യമാണ് ജീവിതത്തിനകത്ത്. 1 രൂപ കിട്ടിയ അപ്പം 10 രൂപ ചെലവാക്കും.
10 രൂപ കിട്ടി, ആ 1 രൂപ കിട്ടി അമ്മ 10 രൂപയാക്കാൻ വന്ന പെത്തപ്പാടിന് നടുവിൽ പട്ടിണിയും പരിവാഹങ്ങളും കഴിക്കുവാൻ ആഹാരമില്ലാതെ പെരുമ്പാവൂർ ടൗണിൽ കൈ നീട്ടി നിന്നിട്ടുണ്ട് ഓരോ കടകളുടെ മുമ്പിൽ. ഒരു നേരം റൊട്ടിക്കും പെരുമ്പാവൂർ ജോലിച്ചന്റെ മുമ്പിൽ ഒരു ചായക്കടയുണ്ട്. അവിടെ ഒരു കറുത്ത അലുവയും റൊട്ടിയും ചായയുമാണ് അവിടുത്തെ ഏറ്റവും ഭക്ഷണം. പട്ടി ആട്ടി വിട്ട് ഓടിക്കുന്ന ഒരു ജീവിതാനുഭവം എന്റെ ജീവിതത്തിനകത്തുണ്ട്. കാരണം എല്ലാം ഉണ്ടായിരുന്നു, സകലം നഷ്ടപ്പെട്ടു, ജീവിതത്തിനകത്ത് ഇനി മുമ്പിൽ ഒന്നും തന്നെ ഇല്ല എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാൻ ഇടയായി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അത് രാവിലെ ഇറങ്ങണം. കാരണം ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഉപ്പക്കുന്നുള്ളിൽ കൂടെ ഞാനും തോളത്ത് ചാക്കിട്ടുകൊണ്ട് പെരുമ്പാവൂർ ടൗണിൽ കൂടെ ആക്കിൽ ഇറക്കിക്കൊണ്ട് നടന്നവനാണ്. കൃപയാൽ ദൈവം ഞങ്ങൾ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ വാക്യം വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. അവൻ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ 1-2 ദിവസം നിങ്ങളെ ടെസ്റ്റ് മണിയൊക്കെ പരിശോധിച്ച് ഒരുപാട് പേര് കണ്ടു. എങ്കിൽ പോലും ദൈവജനത്തിൽ പറയുന്ന ഒറ്റ അല്ലെ അനുഭവത്തിൽ നിന്നും ദൈവം ഞങ്ങൾ കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. ഈ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും നമ്മുടെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്, അഭിമാനമുണ്ട്. എന്റെ ദൈവം വലിയവനാണ്. അവനാർക്കും കടക്കാരനായ ഒരു ദൈവമല്ല. സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായ ക്രിസ്തു നമ്മുടെ കൂടെയുള്ളതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ കാലഘട്ടങ്ങളിൽ അപ്പനും അമ്മയ്ക്കും ഒരു ആഗ്രഹം, എന്റെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഒരു താല്പര്യം അപ്പനും അമ്മയ്ക്കും ഉണ്ടായി. എന്നെ അങ്ങനെ സ്കൂളിൽ ചേർക്കണമെന്ന് ആഗ്രഹം. പെരുമ്പാവൂരെ തൊട്ടടുത്ത് കണ്ടന്തറയിൽ കൊണ്ടുപോയി. കണ്ടന്തറ ഗവൺമെന്റ് UP സ്കൂളിൽ കൊണ്ടുപോയി എന്നെ ചേർക്കുവാൻ ഇടയായി. ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്ന ഒന്നുകൊണ്ട് സാറന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒന്ന് പ്രീത ടീച്ചറിന് എല്ലപ്പുറ സ്കൂളിലെ HM ആണ്. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം, മനസ്സിലാക്കാം. കാരണം വ്യാജം പറഞ്ഞിട്ടൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം ജീവിതത്തിൽ ഒരുപക്ഷെ വചനം പ്രസംഗിക്കുന്ന നമുക്ക് അറിവ് പരിജ്ഞാനങ്ങളും ഉണ്ടാകും. പക്ഷെ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ കണ്ടിക്കുവാൻ കഴിയത്തില്ലെന്ന് പൂർണ്ണ വിശ്വാസവും ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. കാരണം ഇന്ന് ഞാൻ വ്യാജം പറഞ്ഞാൽ നാളെ ഇതിന് കണക്കൊടുക്കുന്ന ദിവസമുണ്ടെന്നുള്ള നിശ്ചയമായ ആ ഒരു ഭയവും ആ ഭക്തിയും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് കാര്യമുള്ളൂ. നല്ല ദിവസങ്ങൾ മുന്നോട്ട് പോയി. ആ ടീച്ചർക്ക് അവിടെ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അങ്ങനെ സലീം സാറ് ഇന്നും അവിടെ ഇരിപ്പുണ്ട്. കാരണം എന്റെ ജീവിതത്തിന്റെ അനുഭവം ഞാൻ ഈ പറഞ്ഞത്. ഉടുതുണിക്ക് മറുപടിയില്ലാതെ നല്ലൊരു വസ്ത്രം എനിക്കില്ല. ഞാൻ സ്കൂളിൽ പോകുന്ന സമയം ഞാൻ നോക്കുകയാണ്. ഒരു സഞ്ചി ഇങ്ങനെ ഒരു ചന്താലിൽ നിന്ന് പോയി കാണാൻ ഒരു കൂട ഇങ്ങനെ സഞ്ചി ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുന്നത്. കാരണം 10 അരിയുടെ മേടിക്കുന്ന സഞ്ചി അങ്ങനെ ആ കൂടകൾ തൂക്കി പിടിച്ചുള്ള സ്കൂളിൽ. കാരണം എന്റെ നല്ലൊരു വസ്ത്രമില്ല, നല്ലൊരു നിക്കറില്ല. കൊണ്ട് നിക്കറിന്റെ ഇപ്പോൾ നല്ല ബട്ടൺസ് കാണത്തില്ല, അല്ലെങ്കിൽ കൊളുത്ത് കാണത്തില്ലെങ്കിൽ മടക്കിയൊക്കെ കുത്തുന്ന ഒരു സാഹചര്യം. ഞാനിപ്പോ അത് ലജ്ജയൊന്നും എനിക്കില്ല. കാരണം നാം രചിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ലജ്ജകളെ സാക്ഷാൽ ക്രൂശിൽ വഹിച്ച ഒരു ദൈവമാണ് പ്രേക്ഷകരോട്. അവൻ രക്ഷിക്കപ്പെട്ടില്ല, അങ്ങനെ പിന്നെ അവൻ ലജ്ജ നോക്കിയാണെങ്കിൽ ഇന്ന് നാം ഈ അനുഭവിക്കുന്ന രക്ഷ ഒരിക്കലും നമുക്ക് സാധ്യമാകത്തില്ല. തീർച്ചയായും താങ്കളോട് ഇറങ്ങി വന്ന കർത്താവിന്റെ ഒരു അനുഭവം പറയുന്നതുകൊണ്ട് നമുക്ക് ഒരു മടിയും കാണിക്കരുത്. എനിക്കിതിനകത്ത് പറയാൻ ഒരു പ്രബോധനം എന്തെന്ന് ചോദിച്ചാൽ, നാം ജീവിതത്തിൽ വന്ന വഴിയിൽ ഒരിക്കലും മറന്നു പോകരുത്. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് വിശ്വാസി സമൂഹങ്ങളുടെ നടുവിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു പെറ്റെന്നറിയാമോ? ഒരു കാലഘട്ടത്തിൽ പട്ടിണിയും പരിഭാവവും ദാരിദ്ര്യവും മറ്റും അങ്ങേയറ്റം കൊടുങ്കുഴി കൊണ്ട് നിൽക്കും. പക്ഷേ ദൈവ സമൃദ്ധിയെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പഴയതൊക്കെ മറന്ന് അവരുടെ സ്വതഷ്ടപ്രകാരം ജീവിക്കുന്നവരെ ഓർത്തുകൊള്ളുക. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുക. അല്ല ഞാൻ കീഴ്ക്കളയും തിരുവനന്തപുരം ചുമ്മാ പറഞ്ഞതുമല്ല. ജീവിതത്തിന്റെ അനുഭവം നമുക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടായി മരണം വരെയും നമുക്ക് അനുഭവം മുതൽക്കൂട്ടായി നിൽക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് പ്രൈസറോട്. അതുകൊണ്ട് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വ്യക്തിത്വത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അതിൽ വ്യാജം ഉണ്ടാകരുത്. അത് സത്യസന്ധമായിരിക്കണം. അങ്ങിൽ മാത്രമാണ് നിലനിന്നു പോവാൻ സാധ്യമാകത്തുള്ളൂ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് വീട്ടുപേരില്ലാത്തതുകൊണ്ട് ആരും ഞങ്ങൾ സ്കൂളിൽ കേട്ടില്ല. അപ്പൊ അങ്ങനെ സ്കൂളിൽ കേട്ടില്ലൊക്കെ പാപ്പ എന്നെ സ്കൂളിൽ ചേർത്തില്ല. എന്റെ പേര് കറുപ്പസ്വാമി എന്നാണ് എന്റെ ചേർത്തില്ല. പേരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ സ്കൂളിൽ ചേർത്തില്ല, വീട്ടുപേരില്ല എന്ന് പറഞ്ഞ് എന്റെ അച്ഛനോ എന്നെ പിടിച്ചുകൊണ്ട് വാപ്പ എന്റെ കയ്യില് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വന്ന് അങ്ങനെ ഇവന് എന്താ അഡ്മിഷൻ കൊടുക്കാത്ത, ഇവൻ എന്റെ കൊച്ചാണ്, ഇവന്റെ പേര് കറുപ്പസ്വാമി എന്നാണ്, ഇവന്റെ വീട്ടുപേര് കാലത്തൂടി, ഈ അഡ്രസ്സിൽ അവൻ എന്ത് ചെയ്യും പഠിക്കും. അങ്ങനെ 1 മുതൽ 7ാം ക്ലാസ് വരെയും ബസിലെ മുസ്ലിം സഹോദരനായ വാപ്പ ഇന്ന് ലോകത്ത് മാറ്റപ്പെട്ടു. എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അത്. കാരണം നമുക്ക് ഉപകാരം ചെയ്തവര്, നമുക്ക് നന്മ ചെയ്തവര്,
നമുക്ക് പ്രാർത്ഥിച്ചവരെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് ഉപകാരം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മൾ മറക്കുന്ന ഒരു സാഹചര്യമാണ് അധികപക്ഷം വിശ്വാസികളുടെ നടുവിൽ. അത് തെറ്റാണ് കേട്ടോ. കാരണം ദൈവസന്നിധി കണക്ക് കൊടുക്കേണ്ടവരും നിങ്ങളെ നടത്തുന്നവർ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർക്കണമെന്ന് തിരുവചനം പറയുന്നുണ്ട്. പക്ഷെ അത് ഓർക്കാത്തൊരു കാലഘട്ടമാണ് നാം മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇടയായി. അങ്ങനെ വാപ്പനെ കൊണ്ട് സ്കൂളിൽ ചേർക്കുവാൻ ഇടയായി. സ്കൂളിൽ ചേർന്ന് നല്ല കഞ്ഞിയും പയറൊക്കെ കിട്ടുക. കാരണം ഞാൻ 3 പേര് സ്കൂളിൽ പഠിച്ചാണ്. വീണ്ടും ഇവിടെ ഒന്നിച്ചേർന്നു. അങ്ങനെ നല്ല പൊക്കമൊക്കെ ഉണ്ട്, നല്ല ഇച്ചിരി പൊക്കമൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ വിളമ്പാനായിട്ട് എന്നെയൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം അപ്പൊ വീട്ടിൽ ദാരിദ്ര്യമാണ്. കാരണം അത് നിവൃത്തിയില്ല. കാരണം ഉച്ചയ്ക്ക് കിട്ടുന്ന കഞ്ഞിയൊക്കെയാണ് പക്ഷേ വൈകിട്ടൊന്നും കഴിക്കാൻ കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ശനിയും ഞായറും ലീവാണ്. ശനിയും ഞായറും അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഞാനും പാർട്ട് ടൈം ക്ലാസ് പറക്കാനായിട്ട് ഇപ്പൊ വീടുകളിൽ ഞങ്ങൾ ആരും കേട്ടത്തില്ല. എന്റെ അമ്മേനെ ഒന്നും വീടുകളിൽ കേട്ടില്ല. കാരണം കക്കാൻ വരുന്നവരാണ്, മോഷ്ടിക്കാൻ വരുന്നവരാണ്, പാട്ട വെക്കുന്നത്. ഇന്നും അങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ടല്ലോ. മാനസാന്തരപ്പെടണം. കാരണം തിരുവചനം പറയുന്നത് പിച്ചക്കാരന്റെ ആത്മാവിന് എന്തുണ്ട്, വിലയുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിൽ കയറി വരുന്ന വിശ്വാസികളുടെ വീട്ടിൽ കയറി വരുന്ന വിശ്വാസികളോട് ക്രിസ്തുവിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രബോധനം, അനുഭവം മാത്രമല്ല ഒരു പ്രബോധനം കൂടെയാണ്. നിങ്ങളുടെ വീട്ടിൽ കയറി വരുന്ന ആരാണെങ്കിലും, പപ്പടം വിൽക്കാൻ വരുന്നവരായിക്കോട്ടെ, മറ്റുള്ളത് എന്ത് കാര്യങ്ങൾ വന്നോട്ട്, ഒരുപക്ഷെ വീട്ടിനകത്ത് ധർമ്മം എടുക്കാൻ വരുന്ന ആൾക്കാരായിക്കോട്ടെ, അവരെ വിളിച്ചിരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് കർത്താവിന്റെ സുവിശേഷം പറയാൻ മനഃഭാവം നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിത്യത ഒരെണ്ണം കാണുമെന്ന് ഒരെണ്ണം പോലും എന്ത് ചെയ്യണ്ട, മോഹിക്കേണ്ട. നിത്യത നഷ്ടപ്പെടുവാൻ ഇടയായിത്തരും. പിച്ചക്കാരന്റെ ആത്മാവിന് വിലയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മാവിന് വിലയുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആത്മാവിനുണ്ട് വിലയുണ്ട്. അവരോട് ഒരു സുവിശേഷം പറയുവാൻ നാം എല്ലാവരും പ്രതിബദ്ധരാണെന്നുള്ള കാര്യം ഓർത്തുപോകണം. ഞാനിത് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ ആക്രി വിളക്കുന്നവരെ വീട്ടിൽ കയറ്റിയിരുത്തി സുവിശേഷം പറഞ്ഞ ഒരു അമ്മച്ചിയുടെ കാര്യത്തിലേക്ക് ഞാൻ ഇനി വരുന്നത് ഉപയോഗിച്ചുള്ള. അന്ന് ആ അമ്മച്ചി ഞങ്ങൾ സുവിശേഷം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് എന്നീ അനുഭവം നിങ്ങൾ കേൾക്കത്തില്ലായിരുന്നു. ഒരുപക്ഷെ വല്ല കഞ്ചാവ് അടിച്ചോ, വെള്ളം അടിച്ചോ, അല്ലെങ്കിൽ പത്യത്തിന് മയക്കുമരുന്ന് ഒരു മോഷ്ടാവായി തീരേണ്ട സാഹചര്യത്തിൽ എന്നെ എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കാണണമെന്നുണ്ടെങ്കിൽ അമ്മച്ചിയുടെ സ്വർഗത്തിലെ മുന്നമേ കണ്ടിരുന്നു ഉപയോഗിച്ചോട്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഇടയായി. പെരുമ്പാവൂർ ടൗണിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു. ഇന്നും ഈ കാണുന്ന വികസനം ഒന്നും പെരുമ്പാവൂരില്ല. ഇന്നും നിങ്ങൾക്കറിയാം പെരുമ്പാവൂര് വികസിക്കാത്ത 2 സ്ഥലമുണ്ട്. ഒന്ന് KSRTC ബസ് സ്റ്റാൻഡ്, 2 കാളച്ചന്ത. നിങ്ങൾ ആ കാളച്ചന്ത തൊട്ടപ്പുറത്തുള്ള ഒരു സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് യാതൊരു വികസനം വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ കിടക്കുക. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. കാരണം അവിടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, കിടന്നുറങ്ങിയിട്ടുണ്ട്, അവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്, അവിടെ ഞങ്ങൾ താങ്ങുകളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ ഞങ്ങളുടെ പ്രാഥമിക ദൈനംദിന കാര്യങ്ങൾ നിവർത്തിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അന്നത്തുള്ള അനുഭവങ്ങൾ. ഇന്ന് ആ സ്ഥലങ്ങളിലേക്ക് കാണുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. കാരണം ഞങ്ങളെ അല്ലെങ്കിൽ ഒരു കറുപ്പസ്വാമി എന്ന എന്നെ ഒരു പോൾസം പുല്ലുവഴിയാക്കി ഉയർത്തിയത് ഈ മേഖലകളാണെന്നുള്ള പൂർണ്ണ വിശ്വാസം എന്റെ ജീവിതത്തിനകത്തുണ്ട്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകാനിടയായി. അങ്ങനെ പുല്ലുവഴിയിൽ എന്ത് ചെയ്യും, വരും. ശനി ഞാൻ ലീവാണ്, പുല്ലുവഴിക്ക് വരും. പുല്ലുവഴിക്ക് വരുന്ന സമയത്ത് പുല്ലുവഴി നമ്മുടെ പുല്ലുവഴി നല്ല പ്രശസ്തമായ ഒരു സ്ഥലമാണ്. സിസ്റ്റർ റാണി മരിയ, അതുപോലെ തന്നെ നമ്മുടെ പുല്ലുവഴി സെന്റ് തോമസ് ദേവാലയം, അതുപോലെ പുല്ലുവഴി മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായർ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രമുഖനായ ഒരുപാട് ആളുകൾ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ് പുല്ലുവഴി എന്ന് പറയുന്നത്. ആ പുല്ലുവഴി പ്രദേശത്തിനകത്ത് നമ്മുടെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളൊന്നും ഓരോ മനുഷ്യ ആ കാലഘട്ടങ്ങളിൽ വീട്ടിൽ പോലും കേട്ടില്ല. ഞാൻ ഈ പറയുന്ന അനുഭവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം നിങ്ങൾ ആ അനുഭവത്തിൽ ചിന്തിച്ചെങ്കിലാണ് ഇതിനൊരു മൂല്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കാന്നല്ലാതെ യാതൊരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ വീട്ടിൽ കേട്ടാത്തൊരു സാഹചര്യത്തിൽ ഒരു പ്രായമായ അമ്മച്ചി സഹോദരി ഇവിടെ കയറി വരാൻ പോകും. ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. സഹോദരി ഇവിടെ കയറി വരാൻ പോകും. ഈ സഹോദരി എന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വിളിച്ച കേരളത്തിലെ ആദ്യത്തെ അമ്മച്ചി, പാട്ടവർക്കിയായി എന്റെ അമ്മയോട് വിളിച്ച വിളിയാണ് സഹോദരി. അത് ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു വിളിയായിരുന്നു. പ്രേക്ഷകരോട് ആ വിളിച്ച വിളി കൊണ്ടാണ് ഇന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായത്. പ്രേക്ഷകരോട് ആ പ്രായമായ അമ്മച്ചി പാസ്റ്റർ ജോസ് പാസ്റ്റർ, ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇന്ന് ഭോപ്പാലിന്റെ പ്രദേശത്ത് ശാരം ഫെലോഷിപ്പിന്റെ അവിടുത്തെ മെയിൻ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹത്തിന്റെ അമ്മയാണ് ഈ അമ്മച്ചി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. പ്രേക്ഷകരോട് പലപ്പോഴും എന്റെ ജീവിതാനുഭവങ്ങൾ
മീഡിയയിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റുള്ള പ്രസംഗങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഇന്നും ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. കൃപയാൽ അവർ വളരെ സന്തോഷവാനായിരിക്കുന്നു. കാരണം അവരന്ന് നട്ടത് ഒരിക്കലും ചെയ്തില്ല, ഒരിക്കലും വ്യർത്ഥമായില്ല, അത് ഫലമായി തീർന്നതിൽ അവർ വലിയ സന്തോഷമുണ്ട്. കൃപയാൽ ആ അമ്മച്ചി എന്റെ അമ്മേനെ, എന്റെ അമ്മയ്ക്ക് അന്നും മലയാളം പാടില്ല, ഇന്നും മലയാളം പാടില്ല. ഇതിനോട് നിങ്ങൾ സംസാരിക്കുന്നത് കൃത്യമായിട്ട് അറിയാം. എന്റെ അമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, അപ്പനും ഉണ്ട്, എന്റെ അനിയനും ഉണ്ട്. അവർക്ക് എന്റെ അനിയനും പിന്നെയും കുഴപ്പമില്ല, മലയാളം നന്നായി സംസാരിക്കും. എന്റെ അപ്പനും അമ്മയും സംസാരിക്കുമ്പോൾ തമിഴ് സുഖന്റെ കയറി വന്നുകൊണ്ടിരിക്കും. എന്റെ അമ്മയ്ക്ക് അന്നും മലയാളം നേരെ ചൊവ്വ അറിയില്ല, ഇന്നും അറിയില്ല. അറിയാവുന്ന തമിഴും മലയാളം വെച്ചിട്ടാണ് അമ്മ ചെയ്യുന്നത്, സംസാരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. ആ അമ്മച്ചിയോട് പറഞ്ഞു, സഹോദരി, ഈ പറമ്പിൽ കിടക്കുന്ന ആക്രി സാധനങ്ങളൊക്കെ നീന്തി പറക്കി വാരിയെടുക്ക്. ഇത് നീ പറക്കിക്കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ആഹാരം മേടിച്ചു കൊടുക്ക്. നീ വല്ലതും കഴിച്ചോ? ഇല്ല, നീ ഇങ്ങ വാ, ഇതിൽ കയറി ഉൾക്കാര്. അങ്ങനെ ഒരു പാട്ടപറക്കിയായ സ്ക്രാപ്പ് കൊടുക്കുന്ന ഞങ്ങള് വീട്ടിൽ കയറ്റിയിരുത്തിയ ജീവിതത്തിൽ ആദ്യമായ അമ്മച്ചിയാണ് അമ്മണി അമ്മച്ചി. വീട്ടിൽ കയറ്റി അവരെ എറാത്തിൽ കയറ്റിയിരുത്തി ഒരു നേരം കഞ്ഞി തന്നു. കൂട്ടത്തിൽ വസ്ത്രം വാങ്ങി, ഈ ജോസ് പാസിന് ഇടുന്ന കുർത്ത എടുത്തുള്ളൂ, കുർത്ത, അതിലൊരു കുർത്ത എനിക്കും തന്നു. പഴയ വസ്ത്രവും വാങ്ങിയിട്ടിട്ടുണ്ട്. കാരണം നിവർത്തികേട് കൊണ്ടാണ് ഇത് പറയുന്നതിൽ അതിയായ സന്തോഷമുള്ളൂ. കാരണം ദൈവമക്കളെ നമ്മൾ വന്ന വഴി ഒരിക്കലും എന്ത് ചെയ്തത് മറന്നു പോകരുത്. കാരണം ദൈവത്തെ മറക്കുവാൻ ഒരിക്കലും നമ്മൾ ഇടവരുത്തരുത്. കാരണം ദൈവത്തെ മറന്നുപോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടാൻ സാധ്യമല്ല. ആ അമ്മച്ചി ഇതെല്ലാം തന്നു. കൂട്ടത്തിൽ വീട്ടിൽ പോകുന്ന വഴിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം മലയാളത്തിലും തമിഴിലും അറിയാവുന്നത് പോലെ എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു. വേറെ ഒന്നും പറഞ്ഞില്ല. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, കൈയുണ്ടെങ്കിൽ സ്പർശിക്കുന്നില്ല. ഇങ്ങനൊരു ദൈവം, നമ്മുടെ ദൈവം അങ്ങനെയല്ല. അവൻ അത്ഭുതமான ദൈവമാണ്, അതിശയമാണ്. എന്നെ അമ്മ ചിന്തിക്കാൻ തുടങ്ങി. കാരണം വലിയ പൊട്ടത്ത് ഇങ്ങനെ നടക്കുന്ന ആളുകൾ ഇത് ചിന്തിക്കാൻ. തമിഴ്നാട്ടിലെ ഞങ്ങളുടെ ദൈവം പട്ടിപ്പുറത്തിരിക്കുന്നു, അവിടെ കല്ലിന് മേളിലിരിക്കും, ഇതൊക്കെ അമ്മ ചിന്തിച്ചു. പക്ഷേ അറിയാവുന്ന കാര്യങ്ങളെല്ലാം മനസ്സിനകത്ത് ഏറ്റുപിടിച്ചുകൊണ്ട് എന്റെ അമ്മ അന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സുവിശേഷത്തിൽ വിശ്വസിച്ചു. ദൈവത്തെ അന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാഗുകൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണെന്ന് അറിയിക്കണം. ആ സമയത്ത് ഞങ്ങളുടെ സഭയിലിരിക്കുന്ന പാസ്റ്റർ മാമൻ രാജു, റാണി ചെത്തമ്പറ ക്ഷമമ്പ്ലാക്കിൽ, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചുപോയി. അദ്ദേഹം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് അദ്ദേഹത്തിന്റെ വീടുണ്ട്. അന്ന് ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷനായിട്ടിരിക്കുന്ന ഒരു ദൈവദാസനാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് സുവിശേഷ വേലയോട് വളരെ എതിർപ്പുള്ള കാലഘട്ടം. കാരണം ഒരു നേരം ആ ദേവദാസന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്താണ് കർത്താവിന് വേല ചെയ്യുന്നെന്ന് ചിന്തിക്കണം. ഇന്ന് നോക്കുമ്പോൾ ദേവദാസന്മാര് വലിയ വലിയ മണിമാളികളും മണി മന്ദിരങ്ങളും അല്ലെങ്കിൽ വലിയ സഭകളും നോക്കി പോകുന്നവരൊക്കെ ഓർത്തോ, കർത്താവിന്റെ വേല ചെയ്തില്ല, നേരെ ചൊവ്വ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം നിത്യത കാണത്തില്ല എന്നുള്ളത് അല്ലെങ്കിൽ 100% ഞാൻ എഴുതി വെച്ചു തരാം. കാരണം ആ ദേവദാസനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സൈക്കിളാണ് അദ്ദേഹത്തിന്റെ വാഹനം എന്ന് പറയുന്നത്. 3 കുഞ്ഞുങ്ങളാണ്. ഇന്ന് ആ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. തന്റെ പെൺകുഞ്ഞുങ്ങൾക്ക് അടിവസ്ത്രം വാങ്ങിക്കൊടുക്കാനില്ലാത്ത ഒരു കാലഘട്ടത്താണ് ആ ദൈവദാസൻ കീറിപ്പറഞ്ഞ അടിവസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത കാലഘട്ടത്താണ് കർത്താവിന്റെ വേല ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് ആ ദൈവദാസൻ ജീവിതത്തിലൂടെ ഞങ്ങളെ കാണിച്ചത്. ആ ജീവിതമാണ് ഇന്ന് ഞങ്ങളെ കൃപയിൽ നിർത്തിയിരിക്കുന്നത്. കാരണം വാക്കുകൊണ്ടല്ല, തന്റെ പ്രവൃത്തിയിൽ ക്രിസ്തു ആരാണെന്നും ക്രിസ്തു എങ്ങനെയാണെന്നും ക്രിസ്തു ഏത് രീതിയിലാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയിൽ നിന്നും ദൈവം ഞങ്ങളെ ഞങ്ങളെ കാണിച്ചു തരുവാണ്. ഞങ്ങളെ പരിപാലിക്കുവാനുണ്ട്. എങ്ങനെ സ്കൂളിൽ ഞാൻ 7ാം ക്ലാസ്സിലും സൺഡേ സ്കൂൾ 1-ലുമായിരുന്നു. അങ്ങനെ ഈ മാമരാജ് പാസ് എന്നെ എങ്ങോട്ട് വിളിക്കും, കറുപ്പസ്വാമി എന്നുള്ള പേര്. പാസക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര അരോചകമാണ്. പാസ് ഈ പേര് നിനക്ക് വേണ്ട, നിനക്ക് ഞാൻ പുതിയൊരു പേരിടാൻ പോയാണോ. അങ്ങനെ പാസ് എന്റെ തലയിൽ കഴിച്ച് പ്ലാസ്റ്റിക് പേരൊക്കെ ഇട്ട് പോൾസൺ എന്ത് ചെയ്തു, പേരിട്ടത് ആ ദേവദാസനാണ്. അങ്ങനെയാണ് കറുപ്പസ്വാമി പോൾസനായി മാറിയത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തത്, തല കൈവച്ച് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് നേരെ ചെറിയ മലയാളം വായിക്കാൻ അറിയാനുള്ള, മലയാളം പറയാൻ അറിയാനുള്ള അപ്പൊ അമ്മ എങ്ങനെയാണ് ഇവിടുന്ന് രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷാവായി സ്വീകരിച്ചിട്ട് പിന്നെ അവിടെ പോയോ? ചർച്ചിൽ പോയോ? എങ്ങനെ ചർച്ച് കണ്ടുപിടിച്ചു?
പറഞ്ഞു ആ വരാം. ആ പറഞ്ഞു വരുമ്പോഴാണ് ഉം. ഞാൻ പറഞ്ഞു വരാം. നല്ല ചുമയുള്ളതുകൊണ്ട് ആ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വരുന്നത് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ആ ദേവദാസൻ ഞങ്ങളുടെ അമ്മയോട് പറയും. അങ്ങനെയാണ് നമ്മൾ സൺഡേ സ്കൂളിലേക്ക് വരുന്നത്. കാരണം ചർച്ചയിൽ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആ അമ്മച്ചി വിളിക്കും, ഞായറാഴ്ച വേറെ എങ്ങും പോകരുത്, ഞായറാഴ്ച എന്ത് ചെയ്യണം, പള്ളി വരണം, വേറെ എങ്ങും പോകരുത്. അങ്ങനെ മാമരാജ് പാസ് ഞങ്ങളുടെ കണ്ണന്തറിൽ എന്ത് ചെയ്യും, വരും. അവിടെ മുസ്ലിംസിന്റെ ഏരിയ ആണ്. ആ ഏരിയയിൽ പാഷന്മാരെ എന്ത് ചെയ്യില്ല, അവിടെ കയറ്റം സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ കയറ്റി വന്നാൽ തന്നെ ഒരു പ്രാവശ്യം കയറി വന്ന് വണ്ടിയുടെ വേറൊരു സഭയിലെ സാധനം വിളിച്ചുകൊണ്ട് വന്നു ആ വണ്ടിയുടെ കാറ്റ കുത്തിയിടും, പ്ലഗ് ഊരി. അങ്ങനെ ഒരുപാട് സുവിശേഷ വേലയ്ക്ക് എതിരുള്ള സമയത്താണ് ഈ പാസ് എന്ത് ചെയ്യുന്നത്, കണ്ടത്തിലേക്ക് സൈക്കിൾ കൂട്ടി വരും. അങ്ങനെ വന്ന് എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും, ഞായറാഴ്ചക്കിഴമ ആരാധനയ്ക്ക് വരണം. അങ്ങനെ ആരാധനയ്ക്ക് വരേണ്ട അച്ഛൻ ആരാധനയ്ക്ക് വരില്ല, അമ്മ വരും. അപ്പൊ അങ്ങനെ അമ്മ വരും. വരുന്ന കൂട്ടത്തിൽ പരിചയപ്പെടുന്നത് നമ്മുടെ സഹോദരിയാണ്, ഇതിന്റെ തൊഴിൽ എന്റെ വീട്ടിനകത്ത് എന്ത് ചെയ്യണം. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്ത് വീടുകളിൽ കൂടെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഈ സാധനങ്ങൾ മേടിക്കാനായിട്ട്, പൈസ കൊടുത്ത് മേടിക്കാനായിട്ട് എന്ത് ചെയ്ത് കയറ്റി തുടങ്ങിയത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞാൻ 7ാം ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്താണ് സൺഡേ സ്കൂൾ മുമ്പില്. അപ്പൊ ഈ പാസ് എനിക്ക് പുതിയ പേരൊക്കെ ഇട്ട് തന്നു. അപ്പൊ എന്റെ തല കേൾവിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് അന്ന് മനസ്സിനുള്ള വശമില്ല. അപ്പൊ എനിക്ക് പൊക്കോ കൊള്ളുന്ന ഭാഷനെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇവനെ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പുതിയ പേര് ഞാൻ കൊടുക്കുന്നു. ഇവൻ പഠിച്ച് വലിച്ച് വലുതാകുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് ഇവൻ എന്ത് ചെയ്യണം, ഇവൻ പ്രയോജനപ്പെടുന്നവനായി തീരണമെന്ന് അന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച കാര്യം ഞാൻ മറന്നുപോയെങ്കിലും സ്വർഗത്തിൽ ദൈവം എന്ത് ചെയ്തില്ല, മറന്നില്ല. കാരണം ഒരുപാട് വില കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ദേവദാസനും കുടുംബവും. ഒരുപാട് കണ്ണുനീരൊടുക്കിയിട്ടുണ്ട് ആ ദേവദാസൻ. മിക്കവാറും ദിവസങ്ങളിൽ മൂസിക്കും പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം. ദേവദാസിയാണെങ്കിലും വളരെയധികം എന്നൊരു സൗമ്യമായി നിൽക്കുന്ന ഒരു അമ്മമ്മയാണ്. കാരണം അദ്ദേഹം ലോകത്തിന് മാറ്റപ്പെടുവാനിടയെങ്കിലും ഞങ്ങളൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഒരു പാത്രത്തിൽ, ഒരു അദ്ദേഹത്തിന്റെ മക്കൾക്ക് കഞ്ഞി കൊടുക്കുന്ന പോലെ ഒരു പാത്രത്തിൽ കാരണം അത്രയും മാത്രം ദൈവസ്നേഹത്തിൽ ഞങ്ങൾ വളർത്തി വരുന്നതിന്റെ ഒരു കാര്യമായി ഞാൻ പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ ലഭ്യമാൻ വളരെ ചുരുക്കമാണെങ്കിൽ പോലും ദൈവം ദേവദാസൻ കുടുംബത്തിൽ ധാരാളമായി അനുഗ്രഹിക്കപ്പെടുന്ന അവരുടെയൊക്കെ നിലവിൽ ഒരുപാട് മക്കള്, ഒരാൾ USA-ലാണ്, ഒരാള് ദുബായിലുണ്ട്, ഒരാള് കർത്താവിന്റെ വേലയിലാണ്. വളരെ സന്തോഷമായിട്ട് നല്ല നല്ല രീതിയിൽ ആ ദേവദാസനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാനിടയായി. ഇങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വീടുകളിൽ പോയി. അപ്പൊ ഞാൻ കണ്ണന്തറയിൽ ഞങ്ങൾ ആരാധനയ്ക്ക് വരുന്ന സമയത്ത് അവിടുന്ന് നമ്മുടെ ചർച്ചിലേക്ക് വന്ന് 7 കിലോമീറ്ററോളം എന്ത് ചെയ്യണം, ദൂരമുണ്ട്. ഞങ്ങൾ ആരാധനയ്ക്ക് വരുന്നത് ദൂരം. അപ്പൊ വാപ്പ പറഞ്ഞു ആ സമയത്ത്, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് മാറിക്കോ, നിങ്ങളുടെ ആരാധനയ്ക്ക് ഭയങ്കര പ്രയാസമായിരിക്കും, പ്രാർത്ഥന വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് എതിർപ്പുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ ആ ദേവദാസൻ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുത്തെ നമ്മുടെ അബ്ദുൽ ഖാദർക്ക പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറ്റുള്ള സൗകര്യം നിങ്ങൾക്ക് അവിടെയാണ് സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുല്ലുവഴി ഞങ്ങൾക്ക് ഒരു വീട് വാടകയ്ക്ക് ലഭിച്ചു. അപ്പൊ പുല്ലുവഴി ഞങ്ങൾ താമസിക്കുന്ന നിൽക്കുന്ന സമയത്താണ് ആ സമയങ്ങളിലാണ് അതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഒരു ദിവസം സഭയിൽ പോകുന്ന സുവാസ പ്രാർത്ഥന ഇതൊക്കെയാണ്. എന്റെ അച്ഛനാണെങ്കിൽ ഈ പെന്തക്കോസ് ആരാധനയും പെന്തക്കോസ് സമുദ്രത്തിൻ്റെതാവുന്ന യാതൊരു കാര്യങ്ങളും വലിയ താല്പര്യമില്ലാതിരിക്കുന്ന ഒരാളാണ്. അന്ന് പാസ് സഭയിൽ 3 സുവാസ പ്രാർത്ഥന വെച്ചിരുന്നു. അപ്പൊ 3 സുവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉപവാസങ്ങളുടെ പത്നിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ 3 സുവാസ പ്രാർത്ഥന വയ്ക്കുന്ന ഒരു കാലഘട്ടത്ത് അപ്പൊ എന്റെ അച്ഛനോട് പറയുന്ന ഒരു യോഗത്തിന് എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം വന്നാൽ മതി, നിങ്ങൾ വരണ്ട. അങ്ങനെ മനസ്സോടുകൂടി അച്ഛൻ എന്ത് ചെയ്തു, ഒരു സുവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. 1-ാം ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ട്, കാരണം തമിഴ്നാട്ടിൽ വളരെ സാമ്യമൊക്കെ തുള്ളി നിന്ന ഒരാള് ഇവിടെ നിന്ന് പെട്ടെന്ന് ഒന്നും സംഭവിച്ചില്ല. 2-ാം ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. 3-ാം ദിവസം സ്വർഗത്തിലെ ദൈവം എന്റെ അപ്പനെ തൊടുവാനിടയായി. ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിന്റെ അപ്പന്റെ ശരീരത്തിന് മേടിച്ച് എന്റെ അപ്പൻ പുറത്തേക്ക് മറിഞ്ഞു വീഴുകയും ഉള്ളിൽ കിടന്ന് അശുദ്ധാത്മാക്കളെല്ലാം പേര് പറഞ്ഞ് പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുവാനിടയെ. അങ്ങനെ എത്തപ്പെട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് വരുവാനിടെ. അങ്ങനെ ഭൂതങ്ങളെല്ലാം പുറത്തു പോയതിനു ശേഷം എന്റെ അപ്പം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ എന്റെ അമ്മയാണ് ആദ്യം വിശ്വാസി വന്നെങ്കിലും എന്റെ അപ്പനാണ് ആദ്യം സ്നാനപ്പെട്ടത്. പ്രശ്നോട് അത് വലിയൊരു ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. കാരണം തമിഴ്നാട് ആചാരപ്രകാരം ഈ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പെന്തക്കോസ് അനുഭവങ്ങളുള്ള ആൾക്കാർ വളരെ കുറവാണ്. എന്റെ കുടുംബത്തിലൊന്നും ഇപ്പൊ അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും വിശ്വാസത്തിലില്ല. പക്ഷെ അവിടുത്തെ രീതി അനുസരിച്ചാൽ ഈ പെന്തക്കോസ് വിഭാഗം പറഞ്ഞാൽ നമ്മൾ ഈ ആഭരണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ താലിയോ മാലയോ ഒന്നും തന്നെ ഇല്ല. അവിടെ ഈ താലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മേനെ ഒരു വീട്ടിലും ചെയ്യില്ല, കേട്ടില്ല. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും അന്ധകാരങ്ങളും ഉള്ളൊരു സമയമാണ്. എങ്ങനെ 2 പ്രാവശ്യം കടയിൽ പോയി നിന്നിട്ട്
അമ്മ കയറി പോകുന്ന ആളാണ്. പക്ഷെ മൂന്നാമത് എന്റെ അമ്മയാണ്, രണ്ടാമത് എന്റെ അമ്മയാണ് സ്നാനപ്പെട്ടത്. കൃപയാൽ ആ രക്ഷിക്കപ്പെട്ടു, കർത്താവ് യേശു ക്രിസ്തു രക്ഷിക്കപ്പെട്ട് കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ പോയപ്പോൾ ആദ്യമായി ഞങ്ങൾക്ക് കർത്താവിന്റെ ഈ റോട്ടിൽ കൂടെ ആക്രികളൊക്കെ കിട്ടിയതിൽ ആദ്യമായി കിട്ടിയ പൈസ എന്ന് പറയുന്നത് 34 രൂപയാണ്. ഈ 34 രൂപയുടെ 3 രൂപ 40 പൈസ പാസ്റ്റർ മാമൻരാജ് പാസ്റ്ററുടെ കയ്യിൽ കൊണ്ട് അപ്പം കൊടുത്ത ഒരു സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. അന്ന് വേണമെങ്കിൽ ആ ദേവദാസന് ആ സാധനം എന്ത് ചെയ്യാം, മേടിച്ചു വെക്കാം. പക്ഷെ ആ ദേവദാസൻ അതുപോലെ പ്രാർത്ഥിച്ച് തിരിച്ചു തരികയാണിടയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം മേടിച്ചു കൊടുക്ക് എന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കാണുക. കാരണം ഒന്നുമില്ലായ്മയുടെ കാലഘട്ടത്തിൽ നിന്നാണ് ഞങ്ങൾ ദൈവത്തെ അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുവാനാണ്. ഞങ്ങൾ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാനിടയായി. യേശു ക്രിസ്തുവിനെ അതിന്റെ കുടുംബമായി ഞങ്ങൾ സന്തോഷകരമായി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്. ആ രീതിയിലേക്കാണ്. കാരണം ഇതിന്റെ ഒരുപാട് കാര്യം പറയുന്ന സമയം നമ്മുടെ മുമ്പിൽ പര്യാപ്തതയുള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വരട്ടെ. അങ്ങനെ മുൻപോട്ട് പോകുവാനിടയായി. അങ്ങനെ നമ്മള് പുല്ലുവെളിയിൽ വീട് വാടകയ്ക്ക് എടുത്തു. അങ്ങനെ ഞാനൊന്നു മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചു. ഇന്ത്യന്റെ രാജ്യമാണെന്നുള്ളത് പോലും നേരെ വായിക്കാനേ പാടാത്ത ഒരു കാലഘട്ടം. അങ്ങനെ ജയകേൽ ഹയർ സെക്കൻഡറി സ്കൂള് ഞാൻ 8ാം ക്ലാസ് പഠിച്ചു. 8 മുതൽ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ആ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. ഈ സമയങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം സമൂലമായ മാറ്റങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടഭാരങ്ങൾ പതുക്കെ പതുക്കെ മാറുന്നു. ഞങ്ങളുടെ വീടുകളിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കയറ്റുന്നത് നമ്മുടെ സഹോദരിയാണ്. അങ്ങനെ നമ്മുടെ ചർച്ചകളിൽ ഉള്ള ആളുകൾ ഞങ്ങളുടെ വീടുകളിൽ കയറ്റുന്നു. അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യാസങ്ങൾ എന്ത് ചെയ്തു മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് പോലും എൻ്റെ അപ്പനും അമ്മയും രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കോട്ട, മുരുകൂർ, ധ്യാനകൻ, ദിവ്യൻ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എവിടെയാണ് സമാധാനം കിട്ടുക എന്ന് ചിന്തിച്ച് പോയൊരു സാഹചര്യങ്ങൾ ഓർക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാനിടയായി. നമ്മള് കർത്താവിനെ അറിഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവം ഞങ്ങൾ മാനിപ്പാനിടയായി. ആ സമയത്താണ് ഞങ്ങളുടെ ഷാരൂർ ചർച്ച് രായമംഗലം ചർച്ചിന് സഭാഹോളിന് വേണ്ടി സ്ഥലം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് പെരുമ്പാവൂർ പുല്ലൂരിന്റെ അടുത്താണ് സ്ഥലം വാങ്ങുന്നത്. 10 സെന്റ് സ്ഥലം അവിടെ മേടിച്ചു. അതിന്റെ അടുത്ത് തന്നെ ഞങ്ങൾക്കും ഒരു കൃപയാൽ ഞങ്ങൾക്ക് ഒരു 7.25 സെന്റ് സ്ഥലം കർത്താവ് ഞങ്ങൾക്ക് അവിടെ ദാനമായി തരുവാനിടയായി. അവിടെ സ്ഥലം വാങ്ങുവാനിടയായി. അത് ആരാധനാലയവും മിറ്റവും ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ ആരാധിക്കുന്നത് ആരാധനാലയവും വീട് ഒറ്റ മിറ്റമാണ്. ഒരു കാലഘട്ടത്ത് 8 കിലോമീറ്റർ ദൂരം ആദ്യം ഞാനും അപ്പനും അമ്മയും ഒക്കെ ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നുണ്ട്. അച്ഛനും അമ്മയും ഒരു സൈക്കിളിൽ, ഞാനും ഒരു സൈക്കിൾ. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യം വീട് വിട്ടാൽ ആദ്യം ആര് പോകും, ആരാധന വിട്ടാൽ ആര് വീട് പോകും. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ആരാധിക്കുന്നത് ചർച്ചിന്റെയും ഒറ്റമിറ്റാണ്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ ചർച്ചിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദൈവം ഞങ്ങളെ മാറ്റുവാനിടയായി. അങ്ങനെ ചർച്ച പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു വീട്ടിൽ ആരാധന കൂടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു വീട് പണിയാനായിട്ട് ഞങ്ങൾക്ക് ഒരു വലിയ പ്ലാനൊക്കെ അന്നിരുന്ന പാസ്റ്റർ പൊന്നച്ചൻ പാസ്റ്ററാണ് വലിയൊരു പ്ലാനൊക്കെ വരച്ചു തന്നു. ഒരു വീട് പണിത് 10-80 പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഹാള്, ഒരു 2 റൂമൊക്കെ കൃപയാൽ പണിതു. ഞങ്ങൾക്ക് അതിനകത്ത് കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം വീടൊക്കെ പണിതെങ്കിലും ആരാധിക്കാൻ ആരും വിട്ടുകൊടുത്തില്ല വീട്. അപ്പൊ ഞങ്ങളുടെ വീട് ആരാധനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം, വിട്ടുതരാം. അങ്ങനെ 3-4 വർഷക്കാലം ഞങ്ങളുടെ വീട്ടിലായിരുന്നു ആരാധന ഉണ്ടായിരുന്നത്. ഒരു കാലത്ത് റോട്ടിൽ കിടന്ന് ഞങ്ങൾക്ക് വീടായി ഞങ്ങൾക്ക് ഇവിടെ ആരാധിക്കാനും ഞങ്ങളുടെ ഏതോതാമിന്റെ ഭവനത്തില് വലിയ പെട്ടക വരുന്ന ഭവനം ദൈവം അനുഗ്രഹിക്കാനിടയായി. പ്രേക്ഷകരോട് കർത്താവ് ഞങ്ങളെ സമൃദ്ധിയായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ആ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ കടഭാരങ്ങളെല്ലാം മാറുവാൻ തുടങ്ങി. പതുക്കെ ഞങ്ങളുടെ ഈ സ്ക്രാപ്പിന്റെ ഒരു ചെറിയൊരു കട തുടങ്ങി. പുല്ലുവെള്ള ഒരു വാടകയ്ക്ക് കട തുടങ്ങി. അത് കച്ചവടമായി തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ സമൃദ്ധിയായി ദൈവം എന്ത് ചെയ്തു, ഓരോ പടികളായിട്ട് എന്ത് ചെയ്തു ദൈവം ഞങ്ങൾ ഉയർത്തി. അങ്ങനെ 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിൽ എനിക്ക് ഇംഗ്ലീഷോ ഒന്നിട്ട് വായിക്കാൻ പറ്റാൻ അറിയാവുന്ന ഒരു സാഹചര്യമല്ല. എങ്കിൽ പോലും 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ് SSLC പാസ്സായി. ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു. ഇല്ല, ഇനി അപ്പോഴത്തേക്ക് നമുക്ക് വണ്ടിയൊക്കെ ആയില്ലേ, നീ കുറച്ചുകൂടെ പഠിക്കേ. അങ്ങനെ സാമ്പത്തികമായിട്ട് ദൈവം ഞങ്ങൾ ഉയർത്തുവാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും പഠിക്കാനായിട്ട് ജയകേരളത്തിൽ തന്നെ വീണ്ടും +2 സ്കൂളിൽ പഠിച്ചു. +2 പഠിച്ചു. ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു. എനിക്ക് നേരെ ചൊവ്വേ വായിക്കാൻ പോലും അറിയാത്ത ഒരു സാഹചര്യമായി. എങ്കിൽ പോലും വിശ്വാസത്തെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും ദൈവം മനസ്സിലാക്കി തന്നുകൊണ്ട് +2 പാസ്സായി. +2 വായിച്ചപ്പോൾ ഇനി ഞാൻ പോകുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യാം, ബൈബിൾ കോളേജിൽ പോവുകയാണ്. എന്റെ താല്പര്യം അതാണ്, എന്നെ അങ്ങോട്ട് വിടണം. ഇല്ല, നിനക്കൊരു വണ്ടി വാങ്ങിത്തരാം, നീ എന്ത് വീണ്ടും പഠിക്കുക. അങ്ങനെ +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചെങ്കിലും എനിക്ക് എൽദോമാർ ബെസ്റ്റോറേഴ്സ് കോതമംഗലം അവിടെ എനിക്ക് BCom അഡ്മിഷൻ കിട്ടി. സെൽഫ് ഫിനാൻസിങ് കോളേജായിരുന്നു. അവിടെ
വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ മക്കളുടെ കൂട്ടത്തിൽ എനിക്കും പോയി പഠിക്കാനുള്ള അവസരം, ഒരു പാട്ടവർക്കിയുടെ മനുഷ്യനായ എനിക്കും പോയി പഠിക്കാനുള്ള അവസരം അവിടെ തന്നു. അവിടെ എത്തിയിട്ടാണ് എന്റെ ജീവിതം എന്നൊരു സാഹചര്യത്തിൽ എത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം എത്തുവാനിടയായി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അവിടെ വെച്ചു 2.5 വർഷക്കാലം പഠിച്ചു. 2.5 വർഷക്കാലം പഠിച്ചതിനൊക്കെ ദൈവത്വമായിട്ടുള്ളൊരു ബന്ധം കുറച്ച് ബാക്കോട്ട് പോകാനിടയായി. ആരാധനയ്ക്ക് പോകുന്നെങ്കിൽ മറ്റുള്ള ആത്മീയ കാര്യങ്ങളെല്ലാം ഒരു വ്യതിചലിച്ച് പോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ എന്റെ പോക്ക് അത്രയും ശരിയല്ലായിരുന്നു. ആ സമയത്ത് ഒരു ദൈവദാസി ഒരു ഉപവാസപ്രാർത്ഥന പറഞ്ഞു, ഈ പോക്ക് പോകാൻ ദൈവം തന്നെ പിടിക്കും. അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്ന് കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ജയിലിലാകുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുമെന്ന് പറയുവാണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഈ സ്ക്രാപ്പിന്റെ ബിസിനസ് ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് ഞങ്ങൾക്ക് പരിചയക്കാർ വരും. അങ്ങനെ പരിചയക്കാർ വരുന്ന കൂട്ടത്തില് എന്റെ കൂട്ടുകാരൻ, ഞാൻ ഒരുമിച്ചിട്ട് പഠിച്ചൊരു കൂട്ടുകാരൻ പറഞ്ഞത്, എന്റെ വീട്ടിൽ നിന്നും എന്റെ അമ്മ അപ്പൻ തന്നു വിട്ടതാണ് ഒരു സാധനം, അത് നീ അത് വിറ്റിട്ട് അതിന്റെ പൈസ എനിക്ക് തരണം. ആ സാധനം വീട്ടിൽ കൊണ്ട് തന്നു. ഒരു 8-10 കിലോയുള്ള ഇരുപ്പാണ്. അത് ഗവൺമെന്റിന്റെ സാധനം, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പോലീസുകാര് ഒരു ജീപ്പിനകത്ത് പ്രതികളായിട്ട് വന്നു ആരാധിക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിന്റെയും മറ്റുള്ള ചോരത്തിളപ്പുകളുണ്ട്. കയറി വന്നു. എന്റെ കേരളത്തിൽ ഇവിടെ കാവ് സാധനം വാങ്ങുന്നു വെച്ചില്ല. അങ്ങനെ എന്റെ അപ്പനെ അവരെ കാരണത്തോട്ട് ഒരു ഒറ്റ അടി അടിച്ചു. അത് ഞാൻ കയറി തടുത്തു. അവരെന്നെയും തല്ലി. അങ്ങനെ എന്നെയും അച്ഛനെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. മോനെ പിടിച്ചുകൊണ്ട് വന്നു. എന്നെ പിടിച്ചുകൊണ്ടുപോയി കുറുപ്പടി പോലീസ് സ്റ്റേഷനില് എന്റെ സെല്ലിന്റെ ഫ്രണ്ടിൽ കൊണ്ട് തിരിച്ചുപോകാൻ. അകത്തിട്ടില്ല. കാരണം ഞങ്ങൾ 1-ാം പ്രതിയാണ്. നിയമം നോക്കണേ, കട്ടവൻ 1-ാം പ്രതിയല്ല, വാങ്ങിയവനാണ് 1-ാം പ്രതി. ഇതാണ് ഇന്ത്യൻ നിയമം. ഈ നിയമപ്രകാരം മുന്നോട്ട് പോയി അവിടെ പോയിരുന്നു. കാരണം സാധനം കൊണ്ടുകൂടാ, ഞങ്ങൾ പൊതു വാങ്ങിത്തരാം സാറേ വീട്ടില്ല, അവർ പഴയ തന്നെ വേണം. അങ്ങനെ ഒരു സാധനം കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ ആ കസേലിരിക്കുമ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ദൈവം നിന്നെ ഇതിനകത്ത് വിടുവിക്കും, നീ പോക്ക് പോയാൽ നീ ജയിലിലാകും എന്നുള്ള ആ ദൈവദാസിയുടെ ദൈവിക ആലോചനയും ദൈവത്തിന്റെ വഴികളും ഞാൻ മറന്നുവിട്ടു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ കാര്യം എന്റെ മനസ്സിനകത്ത് ചിന്തയ്ക്ക് വരുമെന്ന് ഞാൻ അവിടെ വെച്ച് പൊട്ടിക്കരയുവാനുണ്ട്. ദൈവമേ, എന്റെ ജീവിതത്തിൽ തെറ്റുപറ്റി ഇനി ഞാൻ ദൈവം ഒരു അവസരം തന്നാൽ കർത്താവിന്റെ നാമത്തോട് ഞാൻ എന്ത് ചെയ്യാം, നിൽക്കാം, പ്രവർത്തിക്കാം, ദൈവത്തിന് ചെയ്യാം. അങ്ങനെ ദൈവം എന്നെ കേസിൽ നിന്ന് അത്ഭുതകരമായി വിടുവിക്കേണ്ടതിന് ദൈവം ഒരു വ്യക്തിയെ ഒരുക്കുവാണ്ട് എന്നെ വന്നപ്പോൾ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, ഒരു മെഷീൻ സാറെ ഇങ്ങനെ തന്നാൽ, നീ അങ്ങ് മോഷ്ടിക്കുന്ന ആളല്ലോ, എന്റെ വീട്ടിൽ ആ മെഷീൻ നിങ്ങൾ അവിടെ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ആ സാധനം അവിടെ എടുത്തു കൊടുത്തിട്ട് ആ കേസിന് ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. അങ്ങനെ കോളേജ് പഠനം പകുതി അവിടെ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം എത്തപ്പെടുവാനുണ്ട്. ഇതെന്റെ ജീവിതത്തിനകത്ത്, എന്റെ കുടുംബമായിട്ടുള്ള ജീവിതത്തിനകത്തുള്ള സാഹചര്യമാണ്. അവിടെ വരെ നിൽക്കട്ടെ. ആ സമയങ്ങളിൽ ദൈവം ഞങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. വണ്ടി തന്നു, വീട് തന്നു. ഞങ്ങള് റോട്ടിൽ കൂടെ നടന്നു പോയെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ കൂടെ വാങ്ങാൻ തുടങ്ങി. കട തന്നു, സ്വന്തമായിട്ട് വീടായി. 2500 സ്ക്വയർ ഫീറ്റോളം വലിയ മനോഹരമായ ഒരു വീട് തന്നു. ഞങ്ങളുടെ കടഭാരങ്ങൾ മാറി, സകലതും മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ എന്റെ അനുഭവം പറയുന്നത്. പ്രൈസുള്ളൂ. അങ്ങനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചിന്തിച്ചു, ദൈവം എന്നെ ഒരു അവസരം വന്നാൽ പ്രധാന വേലയ്ക്ക് വേണ്ടി നിൽക്കാം. ആ സമയത്ത് ദൈവമായിട്ട് ഞാൻ കൂടുതൽ അടുക്കാൻ തുടങ്ങി, ഉപവാസം പ്രാർത്ഥന തുടങ്ങി. ദൈവരാജ്യത്തെ കേട്ടുകൊണ്ട് ദൈവം ഉപയോഗിക്കുക. കാരണം ആ സമയങ്ങളിൽ എന്നെ വീട്ടുകാർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം എന്റെ പഠിത്തം പാതി വഴി ഉപേക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ മുമ്പിൽ എനിക്ക് വേറെ വഴികളില്ല. കാരണം ഒന്നിലും എന്തെങ്കിലും ജോലികൾ ലഭിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളാണ് ദൈവത്തിന്റെ എനിക്ക് വിശ്വാസമുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് എനിക്ക് വലിയ വിശ്വാസമാണ്. ഞാൻ ദൈവത്തിൽ ഉപസിക്കും, പ്രാർത്ഥിക്കാൻ തുടങ്ങി. 7 ദിവസം ഉപസിക്കും, 3 ദിവസം ഉപസിക്കും, 21 ദിവസം ഇരിക്കും, 7 ദിവസം ഇരിക്കും, 3 ദിവസം മാറി ഉപവാസം പ്രാർത്ഥനയ്ക്കുന്ന സമയത്താണ് കൂട്ടുകാരൻ പറയുന്നത്, നീ എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കണം, എത്രയും പെട്ടെന്ന് നീ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കണം, നിന്നെ ഞാൻ എന്ത് ചെയ്യാം, ഗൾഫിൽ കൊണ്ടുപോകാം. പിന്നെ ഗൾഫിൽ പോകാൻ വേണ്ടി ഉപവാസം തുടങ്ങി. ഈ റേഡിയോ വള്ളി എന്ന് പറയുന്നത് ഗൾഫിൽ പോകാൻ വേണ്ടി ഉപവാസം, എങ്ങനെയും ഗൾഫിൽ പോയി ജോലിയൊക്കെ ചെയ്ത് കാശുണ്ടാക്കണം എന്ന ചിന്തയിൽ ഞാൻ ഉപവാസം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കൂട്ടുകാരൻ ആഴ്ചയിൽ വിളിക്കും, പിന്നെ 2 ദിവസം വിളിക്കും, എല്ലാം ശരിയാകുന്ന നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉപവസിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും. പുള്ളി പറയും, നീ ഉപവസിക്കും പ്രാർത്ഥിക്കും, ഞാൻ ഉപവസിക്കും പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു റോങ് നമ്പരാന്ന് പറഞ്ഞു. എന്റെ ഈ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞത് റോങ് നമ്പരാന്ന് പറഞ്ഞു. അങ്ങനെ റോങ് നമ്പരായി എന്റെ ഫോൺ എടുക്കാണ്ടായി. അങ്ങനെ എന്റെ ജീവിതം വീണ്ടും ഒരു പടുകുഴിയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം. ഈ സമയങ്ങളിൽ കേരളത്തിലെ മുഴുവൻ ദൈവദാസന്മാരെ ഞാൻ പ്രാർത്ഥിക്കാൻ വിളിക്കും. കാരണം ദൈവിക ആലോചന കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ വിളിക്കും, അവർ പ്രാർത്ഥിക്കാൻ പറയാം. എന്നിട്ട് അവർ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ മാറി ഉപസിച്ച് പ്രാർത്ഥിക്കുകയും ജീവിതത്തിനകത്ത്
യാതൊരു രക്ഷയില്ല, ദൈവം ഇനി മുൻപോട്ട് പോയിട്ട് കാര്യമില്ല, എത്ര പോസ്റ്റ് പ്രാർത്ഥിച്ചു ഒന്നും എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ എന്റെ ചർച്ച്, അന്ന് എന്റെ വീടിന്റെ പണികൾ മൊത്തം തീർന്നിട്ടില്ല. എന്റെ ചർച്ച് തൊട്ടടുത്ത് ഇതിന്റെ പുറകിലാണ്, ഈ കട്ടന്റെ പുറകിലാണ് എന്റെ ചർച്ച്. ഇതിന്റെ പുറകിലാണ് എന്റെ ചർച്ച്. ഇത് കാണുന്ന വെട്ടം കാണുന്ന സ്ഥലം ചർച്ചാണ്. അപ്പോ ആ ചർച്ചിന്റെ കട്ടിലപ്പടിയിൽ ഞാൻ കിടന്ന വൈകിട്ടാകുമ്പോൾ പ്രാർത്ഥിക്കും, ഇനി മുമ്പിൽ വഴികളിൽ എങ്ങനെയും മരിക്കണം, അല്ലാതെ ഇനി രക്ഷയില്ല, ഞാൻ എല്ലാം അസ്തമിച്ചു. അങ്ങനെ ജീവിതം കൊടുക്കാനായിട്ട് ഞാൻ എന്റെ ചർച്ചിന്റെ കട്ടിലപ്പടിയിൽ ചെന്ന് ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് ഞാൻ അറിയാതെ കിടന്നുറങ്ങിപ്പോയി. ആ സമയത്ത് ഞാൻ ഉപവാസം പ്രാർത്ഥിക്കുന്നത് പ്രത്യേക ഒരു ദൈവിക തേജസ് എന്റെ ശരീരത്തിനകത്ത് ഇറങ്ങി വരുന്നത് ഞാൻ എന്റെ ജീവിതത്തെ അനുഭവിക്കുവാനിടയെ. ഒരു പ്രത്യേക ചൂട് എന്റെ ശരീരത്തിനകത്ത് ഇറങ്ങി വന്നു. ഞാൻ അതിന്റെ ശരീരം തൊട്ട് കഴിയുമ്പോൾ ഭയങ്കര പോയൊക്കെ ആവിയൊക്കെ ഇങ്ങനെ പോകുന്ന പോലുണ്ട്. ഒരു പ്രത്യേക ഒരു ദൈവകൃപ എന്റെ ശരീരത്തിനകത്ത് ഇറങ്ങി വന്ന് ഞാൻ വീട്ടിൽ വന്ന് കുളിച്ചു നോക്കി. കുളിച്ചിട്ട് ചൂട് നീരിനെ മാറുന്നില്ല. വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവദാസന്മാരെ വിളിക്കുമ്പോൾ അവർ വിളിച്ച് എനിക്കൊരു പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ടിവിയിൽ നമ്മൾ എങ്ങനെ കാണുന്നുവോ അതുപോലും അവരുടെ ജീവിതത്തിനകത്തുള്ള സകല കാര്യങ്ങളും കർത്താവ് വചനത്തിലൂടെയും മറ്റുള്ള കാര്യങ്ങളും എന്നെ കാണിക്കുവാണ്. ഞാൻ അവർക്ക് പ്രാർത്ഥിച്ച ദൈവിക ആരാധനകളും ദൂതുകളും പങ്കിടുവാനിടയാൽ അങ്ങനെ ദൈവിക ദൂതുകളും ആരാധനയിൽ പങ്കിട്ടു. അങ്ങനെ ദൈവകൃപ ഞാൻ കൃപാവരങ്ങൾ പ്രാപിക്കുവാനിടയാൽ. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ചർച്ച ഞാൻ സുസ്ഥയ്ക്ക് പോയി എന്ന പേരില് ആദ്യമായിട്ട് തൊടുപുഴയിൽ പോയി. കാരണം എനിക്ക് വേറെ ഇതില്ലല്ലോ, കാരണം വീട്ടിൽ നിന്ന് യാതൊരു നിവൃത്തിയിൽ അങ്ങനെ തൊടുപുഴയിൽ ഒരു ചർച്ചയിൽ പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചു. ഞാനടുത്ത് അനുഭവം പറഞ്ഞു. അപ്പൊ അവരെനിക്ക് ആദ്യമായിട്ട് തന്ന 300 രൂപയാണ്. ഈ 300 രൂപയും ആദ്യം പല ആൾക്ക് കൊടുക്കണം, ദൈവസഭയെ കൊണ്ട് കൊടുക്കണം. ആ ഒരു ഉത്തമ ബോധത്തോട് ഞാൻ എന്റെ പാഷകയെ കൊണ്ട് കൊടുത്തു. പാഷ പണിച്ച പാഷയെ കൊടുത്തു. പാഷ ഇതെന്ത് പൈസയാണ്? ഞാൻ സുരക്ഷിത വില ചെയ്ത് കിട്ടിയ പൈസ, ഇത് പാഷയ്ക്ക് കിട്ടുക. നീ എന്ത് സുരക്ഷിത വില ചെയ്യുന്നത്? നീ സവാരിയാ സുശ്രയ്ക്ക് പോകുന്നത്, ഇനി ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, നീ ഒരു സ്ഥലത്ത് ചെയ്ത് പോകരുത് എന്നും പറഞ്ഞ് എന്ത് ചെയ്തു. അപ്പൊ പ്രാർത്ഥിക്കാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ആ സമയത്ത് സഭയിൽ 7 ദിവസം ഉപവാസം പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. ഉപവാസം പ്രാർത്ഥനയും പ്രത്യേകം അത് വേറൊരു ലെവൽ തന്നെയാണ്. അത് വേറൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അങ്ങനെ 7 ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് 7 ദിവസം 7 ഭാഷമാർ പുറത്തുനിന്നുണ്ട് ശുശ്രൂഷിക്കാൻ പറ്റും. ഈ വരുന്ന ഭാഷമാരൊക്കെ എന്റെ ഇടയ്ക്ക് വരും. കർത്താവ് നിന്നെ ഒരു ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊരു യുദ്ധക്കളത്തിൽ കുതിര എങ്ങനെ നിർത്തുന്നു അതുപോലെ ദൈവം തന്നെ എന്ത് ചെയ്യും, ദൈവനായത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. 7 ഭാഷമാരും ഉപയോഗിച്ചു വരുന്ന ഭാഷമാരൊക്കെ എന്റെ അടുത്താണ് ഏറ്റവും അധികം വരുന്നത്. ഇവർ വരുന്ന തോന്നു പറയും. ഞാൻ നോക്കുമ്പോൾ ശനിയാഴ്ചയായിട്ടും യാതൊരു മാറ്റമില്ല. ശനിയാഴ്ച രാത്രി ദൈവം ആ ദൈവദാസൻ തൊടുവാനിടയായി. ഞാൻ ദൈവത്തെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ ദൈവദാസന്റെ കണ്ണീര് ഒഴുകി വന്നിട്ടോ, ഇനി നമ്മൾ ഇവനെ പിടിച്ചിരുത്തിട്ട് കാര്യമില്ല, ഇവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, സമർപ്പിക്കണം എന്ന് പറഞ്ഞ ആ ദേവദാസൻ വീണ്ടും തന്നെ ഞായറാഴ്ച, പിറ്റേ ദിവസം ഞായറാഴ്ച, ഞാൻ എന്റെ സ്വന്തം സഹോദരൻ എനിക്ക് സ്നേഹിക്കാനുള്ള മനസ്സെനിക്കില്ലായിരുന്നു. അത്രയും മാത്രമുള്ളൊരു കാരുണ്യ ഹൃദയമുള്ളവനായിരുന്നു ഞാൻ. എന്റെ അപ്പനെ അമ്മയോടൊക്കെ ഞാൻ യാത്ര ചോദിച്ചു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോവുകയാണ്, ദൈവം അയക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ അതിനുവേണ്ടി വിടണം എന്ന് പറഞ്ഞ് അങ്ങനെ 2011 കാലഘട്ടങ്ങളിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിലേക്ക് കാലഘട്ടം പറഞ്ഞാൽ വലിയ വ്യത്യസ്തമായ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തണം. എങ്കിൽ മാത്രം ഇന്നത്തെ കാലഘട്ടത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ സുവിശേഷം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വിവാദങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ പോലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു കുറ്റബോധമായി മാറുവാനിടയായിട്ട് അങ്ങനെ ഞായറാഴ്ച പോയി നിന്ന് ദേവദാസന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ വീണ്ടും ഞാൻ അതുപോലെ ദൈവിക തേജസ് എന്റെ ശരീരത്തിനകത്ത് ഇറങ്ങി വരുന്നത് കണ്ടു. ഒരു യുദ്ധക്കാലത്തിൽ കുതിര ഞാൻ എങ്ങനെ ഓടിക്കും, വിശ്രമം കൂടാതെ ദൈവം എന്നെ ഓടിക്കുന്നു. ഒരു ഒരു ദിവസം പോലും വീട്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവും വിശ്രമം കൂടാതെ മാറി 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 കേരളത്തിലെ വിവിധ ജില്ലകളില് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ കർത്താവിന്റെ വേലയുമായി പോകുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദേശത്തെ രാജ്യത്ത് എന്നെ ജോലിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ പോയിരുന്ന ആ ദേവദാസ് ആ പറഞ്ഞ കൂട്ടുകാരൻ ജീവിതത്തിൽ ഞാൻ ഉപസിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ചെന്ന് ഉപസിക്കണം. അങ്ങനെ കുറെ ബന്ധുക്കാരും കേട്ടോ. കാരണം പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യും, ഉപസിക്കില്ല. പക്ഷെ വേറെ സ്ഥലത്ത് എന്ത് ചെയ്യും, ഭയങ്കര ആത്മീയ കാണിക്കുന്നവർ. അവരുടെ നടുവിൽ അവരുടെ ഇടയിൽ കൊണ്ടുപോയി ദൈവം എന്നെ ശുശ്രൂഷിപ്പാനായിട്ട് ഇടവരുത്തിയ ദൈവം ഞാൻ ഓർത്തുകയാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അന്ന് വിദേശത്ത് ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അന്ന് ഈ വചനമാണ് എന്നെ ഉയർത്തിയത്, അല്ലാതെ എന്റെ കഴിവും എടുക്കുമെന്നല്ല. ദരിദ്ര കുപ്പയിൽ ഉയർത്തുന്ന ദൈവം. ആ ജീവിതത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഞാൻ പങ്കിടുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളാണ്. അങ്ങനെ UAE പോയി ദൈവജനം പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് അപ്പൊ അവിടുത്തെ പാസ്റ്റർ ഒരു ഇന്റർവ്യൂ പാസ്സാവണം. കാരണം ഈ വിദേശത്തൊക്കെ ഒരുപാട് ദൈവദാസന്മാർ കയറിക്കൊണ്ട് വെറുതെ ദൈവനാമം നശിപ്പിക്കാനായിട്ട് കേട്ടിട്ട് യാതൊരു കാര്യമില്ല. പോകേണ്ട
കാരണം ദൈവം നടത്തുവാൻ മതിയായ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തനാണ്. പ്രൈസലോട്. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ച രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സുവിശേഷ വേല നിമിത്തം ഞാൻ ആരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കാൻ ഇടവരുത്തരുത്. രണ്ട്, എന്റെ എല്ലാ കാര്യവും ദൈവം എന്ത് ചെയ്യണം, നോക്കിക്കോണം എന്നൊരു വ്യവസ്ഥയിലാണ് ഞാൻ ദൈവവേലയ്ക്ക് ചെയ്യുന്നത്. അത് എന്റെ വ്യവസ്ഥയാണ്. ദൈവത്തോട് ഇന്നേ വരെ കർത്താവിന്റെ നാമം പ്രതി 10 പൈസ സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒരാൾ സുഷേലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും, മീറ്റിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മനസ്സാൽ തന്നാൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു ഇത് വാങ്ങണമെന്ന് വെച്ചാൽ ദൈവം വാങ്ങണമെന്ന് വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ തിരിച്ചും കൊടുത്തിട്ട് പോരുന്ന ഒരു പ്രകൃതമാണ് എന്റെ. സുവിശേഷം എന്ന് പറയുന്നത് അത് കച്ചവടം ചെയ്യാനുള്ളതല്ല. ദൈവകൃപ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകൾ എന്ന് പറയുന്നത് അതൊരു ബിസിനസ് മൈൻഡിലേക്കല്ല പോകേണ്ടത്. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ചെയ്യണം, ഉപയോഗിക്കപ്പെടണം. മീറ്റിംഗ് ഇല്ലെങ്കിൽ ഞാൻ സന്തോഷമാണ്. കാരണം എനിക്ക് നന്നായിട്ടൊരു തൊഴിലുണ്ട്. ആ തൊഴിൽ ചെയ്യാൻ ഒരു മടിയും ഇന്നുമില്ല. തൊഴിലാണ് ദൈവം എന്നെ ഇത്രത്തോളം ഉയർത്തിയതെങ്കിൽ ആ ഒരു ഉത്തമ ബോധ്യം എനിക്കുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിലേക്കാൻ പോയി അവിടുന്ന് കിട്ടിയ പൈസകളൊക്കെ ഇവിടെ ദേവദാസന്മാർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമാണുണ്ട്. 1 രൂപയും സുവിശേഷം പറഞ്ഞ് അതേപോലെ ആഹാരം മേടിച്ച് കഴിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. കാരണം ദൈവം സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഒരു വർഷത്തെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ എത്തുമ്പോഴത്തേക്കും സമൃദ്ധിയെ അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകാനിടയായി. അങ്ങനെ ഈ ദൈവരാജ്യം കെട്ടുപണിക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിന്റെ കൃപയാൽ ദേശരാജ്യങ്ങളിൽ പോകാൻ സഹായിച്ചു. കൺവെൻഷൻ പ്രസംഗിക്കാൻ ദൈവം സഹായിച്ചു. ഇതെല്ലാം എന്നെ കൊണ്ടു നിർത്തിയത് ഈ ദരിദ്രനെ കുപ്പയിൽ ഉയർത്തുന്ന ഒരു ദൈവമാണ്. ഈ അടുത്ത ദിവസങ്ങളാണ് ഞാൻ ശ്രീവള്ളി പുതൂർ എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജിലെ ശുശ്രൂഷയ്ക്ക് പോകാനിടയായത്. പ്രൈസോട്. അവിടുത്തെ ഒരു വ്യക്തിയെ അനുഭവം ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ സ്വന്തം സ്ഥലത്ത് തമിഴിൽ പ്രസംഗിക്കുക. കാരണം ഞാൻ ഇത്ര നേരം ഞാൻ മലയാളത്തിൽ സംസാരിച്ച വ്യത്യാസമുണ്ടോ? ഇത്ര ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ അറിയാം ഒരു ഭാഷ. ഞാൻ ഇത്രയും സംസാരിക്കുക. എന്താ വെച്ചാൽ എന്റെ നാട്ടിൽ ചെന്നിട്ട് എനിക്ക് തമിഴ് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പൊ എന്റെ ഒരു അനുഭവം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ് പ്രസംഗിച്ചു, പക്ഷെ അത് വലിയ അനുഭവമായിരുന്നു. ഈ അടുത്ത ദിവസം വീണ്ടും അവിടെ മീറ്റിംഗ് ഉണ്ട്. നമ്മളിപ്പോ കാരണം ദൈവം ഒരുത്തനെ ഉയർത്താൻ തുടങ്ങിയാൽ അത് യാതൊരു പരിധിയില്ല. കൃപയാൽ ഈ കുപ്പ പറക്കിക്കൊണ്ടുവന്ന എന്നെ ദൈവം ഇത്രത്തോളം സമൃദ്ധി അനുഗ്രഹിച്ചെങ്കിൽ എന്റെ കഴിവും എടുക്കുമൊന്നുമല്ല. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താത്ത ദൈവമാണ്. ഇന്ന് കേരള സെയിൽ ടാക്സ് അടച്ച് ബിസിനസ് ചെയ്യുന്ന ലെവലിലേക്ക് ദൈവം ഞങ്ങളെ സമൃദ്ധിയായി മാനിക്കുവാനിടയായി. 10-14 ലക്ഷം രൂപയും ഒരു മന്ത്ലി സർക്കാരിലേക്ക് അടച്ച് ബിസിനസ് ചെയ്യുന്ന ലെവലിലേക്ക് സ്വർഗത്തിൽ ദൈവം എന്നെയും എന്റെ കുടുംബത്തെയും മാനിച്ചെങ്കിൽ ഈ ദൈവം ചെറിയ ദൈവമല്ല, അവൻ വലിയ ദൈവമാണ്. അവൻ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവമാണ്. ഒരുവരെ ഉയർത്തി മറ്റൊരു താഴ്ത്തിയും ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്റെ ഈ അനുഭവം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. എന്നതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന എന്റെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. എന്റെ അത്രയും അനുഭവിച്ചുള്ളൂ. ഞാൻ ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഉള്ള ക്വാളിറ്റി ഉള്ളവനുമല്ല. ഞാനത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരന്മാർ എന്നെ ഒപ്പം ഇരിക്കില്ല. കാരണം മുഷിഞ്ഞ വേസ്ത്രവും എന്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അതുപോലെ സ്മെല്ലും മറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മറുതുണിയില്ലാത്ത ഒരു കാലം. ഇന്ന് ഏതാണ് ഉടുക്കേണ്ടത്, ഇന്ന് ഏത് വണ്ടിയിലാണ് പോകേണ്ടത്, ഇന്ന് എന്താണ് കഴിക്കുന്നത്, ഏത് ഹോട്ടലിൽ പോയി കഴിക്കണമെന്ന രീതിയിൽ ഇന്ന് എത്ര പേർക്കും ഫുഡ് വാങ്ങി കൊടുക്കാനുള്ള സമൃദ്ധിയായ നന്മ സ്വർഗത്തിൽ എന്റെ കൈ തന്നെങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ സമ്പന്നനിൽ സമ്പന്നാണ്. ഞാൻ ഇന്നും പറയുന്നു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ പിന്നെ എന്നെയും എന്റെ കുടുംബത്തിലെയും മാനിക്കുവാനിടയായി. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അഭിവൃദ്ധി വരുവാൻ തുടങ്ങി. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് നന്മ വരുവാൻ തുടങ്ങി. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഉയർച്ച വരുവാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങി. അതിന്റെ ഉദ്ദേശം നേരോട് നടക്കുന്നവർക്ക് നന്മയ്ക്ക് മുടക്കം വരുത്തത് ദൈവം. ആ ദൈവം നിങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനിടയായും ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ അനുഗ്രഹിച്ച് നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും മതിയായ കർത്താവാണെന്നുള്ള പൂർണ്ണമായ വിശ്വാസവും പ്രതീക്ഷയും എനിക്കുണ്ട്. ക്രൈസ്തവ ആ സമയങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ട് ഞാൻ ദൈവം ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം കാര്യമായിട്ട് വളരെ വിളിച്ചെങ്കിൽ ഇവരോട് പറയണമെങ്കിൽ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നതെങ്കിൽ പോലും ദൈവം എന്നെ വിളിച്ചതിന്റെ പ്രത്യേക ഉദ്ദേശം കുണ്ടറയിൽ കിടക്കുന്ന ഭക്തന്മാരെ വിവരിക്കുന്ന നീ ഒരു മുഖാന്തരമായി തീരും എന്ന ദൈവിക തോന്നുണ്ടായി. ഈ കുണ്ടറ എന്ന് പറഞ്ഞ കാരാഗ്രഹമാണ്. ജയിലിൽ കിടക്കുന്ന ആളുകളുടെ പോയി സുവിശേഷം പറയുവാൻ കർത്താവ് എന്നെ കഴിഞ്ഞ ചില നാളുകളും ചില വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം
ഈ ജയിലിലെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു സുവിശേഷമാണ്. നമ്മൾ അവർക്ക് ചെന്നിട്ട് ബൈബിൾ കൊടുക്കും അങ്ങനെയൊന്നുമല്ല. അവരുടെ ജീവിതത്തിനകത്ത് എന്ത് കാര്യമുണ്ടോ അത് നടത്തി കൊടുക്കുകയും അവരെ പോയി കാണുകയും അവർക്ക് വേണ്ടി 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുകയും 200, 250 പേര്, 300 പേര് ഒരു സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ വരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി സുവിശേഷം പറയുവാനും അവിടുന്ന് രക്ഷിക്കപ്പെട്ട ആളുകൾ എന്റെ സഭയൊന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ദൈവിക വേലകളിൽ ദൈവം എന്നെ ഒരു കുടുംബമായിട്ട് ദൈവം സമൃദ്ധിയെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അയക്കുന്നിടത്ത് പോയി സുഷൃതം പറയുവാനും ദൈവവേല ചെയ്യുവാനും ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എത്രത്തോളം സമയം നിങ്ങൾ എനിക്ക് അനുഭവിച്ചത് നിങ്ങൾ ഒരിക്കലും നന്ദി പറയുന്ന ഒരു വാക്ക്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ സമ്പന്നാധികമേ സ്വതന്ത്രപ്പിതാവേ, ഇത്രത്തോളം സമയം കർത്താവേ ഇവരുമായിട്ട് ദൈവത്തിന്റെ ജീവിത അനുഭവം പങ്കിടുവാൻ ദൈവം നന്നായി കൃപയ്ക്കായി സ്വാഗതം ചെയ്തു. കർത്താവ് കേട്ട വലിയ എന്റെ ജീവിത അനുഭവം പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും കർത്താവിന്റെ വരവറിയിച്ച കർത്താവ് ഒരു അവസരം കിട്ടിയാൽ പറയുവാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കും. ഞാൻ കാര്യമായിട്ട് വളരെയധികം അസ്വസ്ഥനാണ്. എങ്കിലും എന്നെ ബലപ്പെടുത്തി ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ കേൾപ്പിച്ച നല്ല കർത്താവ് സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. ഇത് കേൾക്കുവാൻ അനേകർക്ക് ഇടവരുവാൻ ഇടയാകണം. അനേകരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകണം. അനേകരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം. കർത്താവ് അനേകർക്ക് താവെ കഷ്ടതയിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന ഒരുപാട് താവെ അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണമേ. നിറഞ്ഞ മനസ്സാക്ഷിയുടെ പരമാർത്ഥ ഹൃദയത്തോടെ പിതാവിന്റെ പുത്രനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹിച്ചനായി സ്തോത്രം. തമ്പുരാൻ മുഖത്ത് പ്രാർത്ഥന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.